ഇതാണ്. ആകയാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു നാളും വരുന്നത്. അപ്പോ നമ്മൾ പലപ്പോഴും സുവിശേഷം പറയുമ്പോൾ പൗലോസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടായത്, ഇയാൾ എന്താണ് ഈ പറയുന്നത്? ഇയാൾ പറയുന്നതനുസരിച്ച് പാപം കൂടുന്നതനുസരിച്ച് കൃപ കൂടുവാണെങ്കിൽ നമ്മൾ എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ലല്ലോ, നമുക്ക് പിന്നെയും വേണേ പാപം ചെയ്യാമല്ലോ. കാരണം ലംഘനം പെരുകുന്നിടത്ത് പാപം പെരുകുകയാണല്ലോ, കൃപ പെരുകുകയാണല്ലോ. അപ്പൊ നമുക്ക് ലംഘനം കൂടുന്നതല്ലേ കൃപ പെരുകാൻ നല്ലത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കരുത്. അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം സുവിശേഷം കേൾക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകാം, പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പൗലോസ് എന്താണ് പറയുന്നത് നമുക്ക് വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ്. റോമർ 6:1. ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാള് വരുത്. ഒരു നാള് വരുത്. എന്തുകൊണ്ടരുത്? എന്തുകൊണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കരുത്? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ എന്തുകൊണ്ട് അരുത്? ഒരു നാളും അരുത്, ഒരിക്കലും ചെയ്യരുത്. കാരണം പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പൊ കൃപ എങ്ങനെയാ വെളിപ്പെട്ടത്? യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നമ്മുടെ പഴയ മനുഷ്യനെ തറച്ച് പാപസംബന്ധമായുള്ള ഒരു മരണത്തിലൂടെ നമ്മളെ കടത്തിവിട്ടിട്ടാണ് കൃപ വ്യാപരിച്ചത്. അതുവരെ മരണമാണ് വാണിരുന്നത്. ആ മരണത്തിന്റെ വാഴ്ച അവസാനിപ്പിച്ച് കാൽവരി ക്രൂശിൽ ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമ്മുടെ മരണത്തിന്റെ വാഴ്ച അവസാനിപ്പിച്ച് യേശു പുനരുത്ഥാനം ചെയ്ത് മരണത്തെ തോൽപ്പിച്ച് അതിന്റെ വിഷമുള്ള എടുത്തു കളഞ്ഞ് മരണത്തിന്റെ വാഴ്ച അവസാനിപ്പിച്ചിട്ടാണ് കൃപയുടെ വാഴ്ച തുടങ്ങി. അപ്പോൾ പാപത്തിൽ ജീവിക്കുന്നവൻ, ജഡത്തിൽ ജീവിക്കുന്നവനിൽ മരണമാണ് വാഴുന്നത്. എന്നാൽ കൃപ വാഴുന്നവൻ പാപം ചെയ്യരുത്. കാരണം അവൻ പാപസംബന്ധമായി മരിച്ചപ്പോഴാണ് കൃപ വെളിപ്പെട്ടത്. അപ്പൊ നമ്മളെല്ലാവരും കടന്നു പോകേണ്ട, കൃപയിലായിരിക്കുന്നവരെല്ലാം കടന്നു പോകേണ്ടത് ക്രിസ്തുവിന്റെ മരണത്തോടാണ്. മരണത്തോട് കൂടിയ ആ ഒരു അനുഭവത്തിലേക്കാണ് എല്ലാ വിശ്വാസിയും കടന്നു പോകേണ്ടത്. അതാണ് നമ്മൾ 2-ാം വാക്യത്തിൽ പറഞ്ഞത്. പാപസംബന്ധമായി മരിച്ചവരായ നാം, വി ആർ ഡെഡ് ബിക്കോസ് ഓഫ് സിൻ. ഡെഡ് ടു സിൻ, പാപത്തോട് മരിച്ചവരാണ്. ബിക്കോസ് ഓഫ് സിൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ അങ്ങനെ ആദ്യം എന്റെ വായിൽ വന്നത്. ബിക്കോസ് ഓഫ് സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം മുഖാന്തരം മരിച്ചവരായിരുന്നു നമ്മൾ പണ്ട്. എന്നാൽ നമ്മൾ ജീവിക്കപ്പെട്ടപ്പോൾ ആ പാപത്തോട് മരിച്ചു. പാപത്തോട് മരിക്കാത്ത ഒരവസ്ഥയും ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരവസ്ഥയും ഒന്നിച്ചില്ല. പാപത്തോട് മരിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും പാപത്തോട് മരിച്ചവരാണ്. ഇപ്പൊ നിങ്ങളെവിടെയും ചോദിക്കുന്നുണ്ടോ എവിടെ മരിച്ചു? ഇപ്പോഴും പാപം വന്നുകൊണ്ടിരിക്കുമല്ലേ? അപ്പൊ പാപം മരിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും? പക്ഷെ പൗലോസ് പറയുന്നത് എന്താണ്? പാപസംബന്ധമായി മരിച്ചവരായി നിങ്ങൾ, പാപത്തോട്, ഡെഡ് ടു സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പാപത്തോട് മരിച്ചവരായ നിങ്ങൾ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഹൗ ക്യാൻ യു ലിവ് വൺസ് യു ആർ ഡെഡ്? നിങ്ങൾ മരിച്ചു പോയാൽ പിന്നെ ജീവിക്കുന്നത് എങ്ങനെ? അതാണ് ചോദ്യം. പാപത്തോട് നിങ്ങൾ മരിച്ചു എങ്കിൽ പിന്നെ അതിൽ എങ്ങനെ ജീവിക്കും? അപ്പൊ എന്തുകൊണ്ട് പാപം ചെയ്യുന്നില്ല? ബിക്കോസ് വി ആർ ഡെഡ്. പാപസംബന്ധമായി നമ്മൾ മരിച്ചവരായതുകൊണ്ട് നമ്മൾ പാപത്തിൽ വസിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പാപസംബന്ധമായ മരണം? ഇത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ 3-ാം വാക്യമല്ല ഇനി വായിക്കാൻ പോകുന്നത്. നമ്മൾ ഇനി വായിക്കാൻ പോകുന്ന 6-ാം വാക്യമാണ്. നമ്മൾ തിരിച്ചു പോകും. കാരണം ഈ പഴയ എഴുത്തുകളായതുകൊണ്ട് നമുക്ക് ആ തോട്ട് പ്രോസസ് ചിലപ്പം ഒരു സെന്റൻസിന്റെ തുടർച്ച അടുത്ത സെന്റൻസ് കിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പാപസംബന്ധമായി മരിച്ചവരെന്ന് ആദ്യം നോക്കാം. ഓക്കെ, എന്നിട്ട് ആ മരണം അനുഭവിക്കുന്നത് എങ്ങനെയാണ്? 6-ാം വാക്യം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം. പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്. ഞാൻ ഇന്നലെ നിങ്ങളെ കാണിച്ചു തന്നു പാപശരീരം എന്താന്നുള്ള കാര്യം. അതൊന്നും കൂടെ ഓർപ്പിക്കാം. ഇഫ് ഐ ക്യാൻ ഷെയർ, ഞാനത് കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ കണ്ട പാപ ശരീരം, ഇത് നമുക്ക് അകം മനുഷ്യൻ ഇങ്ങനെ നമ്മൾ കണ്ടാല്, ഈ പുറം മനുഷ്യൻ എന്ന് പറയുന്നത് ഇത് ഈ ബോക്സും ഈ ബോക്സും കൂടെ ചേരുന്നതിനാണ് നമ്മൾ പുറം മനുഷ്യൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെയുള്ള ഈ സിസ്റ്റമാണ് പുറം മനുഷ്യൻ. അത് നമ്മൾ ഇന്നലെ വിശദമായിട്ടത് കണ്ടു.
ഇവിടെ എന്താ മരിച്ചത്? പാപജഡമാണ് തകർക്കപ്പെട്ടത്. അവിടെ ആ വാക്യം ഒന്നും കൂടെ വായിച്ചാല്, ഇനി നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. അപ്പൊ പാപത്തിന് അടിമപ്പെടാനുള്ള കാരണം എന്താ? ഈ ശരീരമാണ്, പാപശരീരം, ഈ ജഡം. ഈ ജഡമാണ് നമ്മളെ പാപത്തിന് അടിമകളാക്കുന്നത്. തീരുമാനം എടുത്താലും നടപ്പാക്കാൻ പറ്റാതെ പോകുന്നത് ബിക്കോസ് ഓഫ് ദിസ് ഫ്ലഷ്. അപ്പൊ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? പാപശരീരത്തിന് നീക്കം വരണം. ഇത് മാറിപ്പോണം, ഈ ജഡം മാറിപ്പോണം. അതിനുവേണ്ടി കർത്താവ് എന്ത് ചെയ്തു? ഈ പഴയ മനുഷ്യനെ, ഈ ജഡശരീരത്തെ, ഈ മനുഷ്യനെ, ഈ മനുഷ്യൻ, ഈ അകത്തെ അല്ല പുറമേ ഉള്ള ഈ മനുഷ്യൻ, ആ മനുഷ്യനെ ക്രിസ്തുവിന്റെ കൂടെ ക്രൂശിച്ചു. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്? നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതെന്നാ നടന്നത്? എന്നോടും കൂടെ അവനാന്ന് പറയുമായിരുന്നെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച സമർപ്പിച്ചപ്പോഴെന്നൊക്കെ പറയായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. അവൻ മരിച്ചപ്പം അവന്റെ കൂടെ ഞാൻ. ഇതെങ്ങനെ സാധിച്ചു? 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് മരിച്ചപ്പോൾ ഹൗ ഡിഡ് ഐ ഡൈ? ഞാൻ എങ്ങനെ മരിച്ചു? ഗലാത്യർ 2:20 നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അവിടെ പൗലോസ് പറയുന്ന, ക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ അവന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു. ഞാനിപ്പോഴും ഉണ്ട്, പക്ഷേ ഞാൻ അവന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു. അതെങ്ങനെ സാധിച്ചു? 2000 years back, how was it possible? കാരണം ഞാൻ ഈ അടുത്ത ഇടയിലേ ജനിച്ചത്. ഞാൻ ജനിച്ചിട്ട് ഒരു 50 വർഷം പോലും ആയിട്ടില്ല. അപ്പൊ കർത്താവ് മരിച്ചിട്ട് 2000 വർഷമായി. അപ്പൊ കർത്താവ് മരിച്ചപ്പോ ഞാൻ എങ്ങനെയാ മരിച്ചത്? ഇതാണ് വലിയൊരു സംശയം. തന്നെയല്ലേ മരിച്ചു എന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ പിന്നെയും പാപം വാഴുന്നു നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കുന്നുണ്ട്. ദേഷ്യം വരുന്നു, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പാപ സ്വഭാവങ്ങള്, പ്രകൃതങ്ങള്, ലോകത്തോടുള്ള സ്നേഹം, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ പിന്നെ കാണുന്നുണ്ട്. അപ്പൊ ഈ റോമ 6:6 എങ്ങനെ ശരിയാവും? ഹൗ ഡിഡ് വി ഡൈ വെൻ ക്രൈസ്റ്റ് ഡൈഡ്? ക്രിസ്തു മരിച്ചപ്പോൾ നമ്മൾ എങ്ങനെ മരിച്ചു? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ അതിന്റെ 1:4 പറയുന്നത്, നാം അവന്റെ സന്നിധിയിൽ, എഫേസ്യർ 1:4, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അവനിൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഐ വാസ് എലക്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. ഈ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പൊസിഷൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാൻ എവിടെയുണ്ട്? ഞാൻ എങ്ങുമില്ല, പക്ഷെ തെരഞ്ഞെടുപ്പിനാൽ ഞാൻ ക്രിസ്തുവിലുണ്ട്. യേശുക്രിസ്തു മരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനാൽ ഞാൻ ക്രിസ്തുവിലുണ്ട്. ഐ ആം ഇൻ ക്രൈസ്റ്റ് ബൈ ഗോഡ്സ് എലക്ഷൻ. ഓക്കെ, അപ്പൊ ക്രിസ്തുവിൽ ഞാൻ ഉണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ക്രിസ്തു എവിടെ പോയാലും ഞാനോ കൂടെ ഉണ്ടാവും. നമ്മൾ ബുക്കിനകത്തൊരു പേപ്പർ വെച്ചാൽ ആ ബുക്ക് എവിടെ പോയാലും ആ പേപ്പർ അതിൻ്റെ കൂടെ പോകുന്ന പോലെ, നമ്മുടെ പേഴ്സിൽ ഒരു 100 രൂപ വെച്ചാൽ ആ പേഴ്സും കൊണ്ട് നമ്മൾ എവിടെയെല്ലാം പോയാലും ആ 100 രൂപ അതിൻ്റെ കൂടെ പോകുന്ന പോലെ, യേശു ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്തു ലോക സ്ഥാപനത്തിന് മുമ്പേ എങ്കിൽ കർത്താവിൽ ഞാനുണ്ട്. കർത്താവ് എവിടെ പോയാലും ഞാനും അവന്റെ കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ ജനിച്ചിട്ടില്ല. ബൈ ഗോഡ്സ് എലക്ഷൻ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനാൽ. അപ്പൊ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ആ ക്രൂശിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഒരു കള്ളൻ മരിക്കുന്ന എല്ലാരും കണ്ടുള്ളൂ. പക്ഷെ കാണാത്ത ഒരു കാര്യം, നാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ആരും കാണാത്ത ഒരു കാര്യം ഈ നടുക്കത്തെ ക്രൂശിൽ നടക്കുന്നുണ്ടായിരുന്നു. യേശുക്രിസ്തു എന്ന ഏകൻ മരിച്ച ആ ക്രൂശിൽ എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് കള്ളന്മാരും മരിച്ചായിരുന്നു. He died my death. അവൻ എന്റെ മരണം മരിച്ചു. ഞാൻ മരിക്കേണ്ട മരണം അവൻ മരിച്ചു. I was there in him, in his death. അതുകൊണ്ട് എന്റെ പാപ ശരീരത്തെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിച്ചു. I died. ഈ ഡെത്ത് ഭയങ്കര പവർഫുൾ. പാപത്തിന്റെ അടിമത്തിൽ നമ്മൾ രക്ഷിക്കുന്ന ആ മരണം. എന്നിട്ട് പിന്നെ ചോദിക്കരുത് കൃപയുടെ കീഴിലാണ് എങ്ങനെ പാപം ചെയ്യുന്നത്.
പാപസമ്മതം മരിച്ചാൽ പിന്നെ എങ്ങനെ പാവം? ഈ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ അതിന്റെ അവസ്ഥ? യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചോ ഇല്ലെന്ന് എങ്ങനെയാ പട്ടാളക്കാർ മനസ്സിലാക്കിയത്? ഒരു കുന്തം കൊണ്ട് കുത്തി നോക്കി. നമ്മൾ മരിച്ചില്ലേ കർത്താവിന്റെ കൂടെ കാൽവരി ക്രൂശിൽ? നമ്മൾ മരിച്ചോ എന്ന് എങ്ങനെയാ പരിശോധിക്കുന്നത്? ആരെങ്കിലും വന്ന് കുന്തം കൊണ്ട് കുത്തി നോക്കിയാണ്. അതിന് ഒറിജിനൽ കുന്തമൊന്നും വേണ്ട, ചുമ്മാ കുത്തി പറഞ്ഞാൽ മതി. അപ്പൊ നമുക്കറിയാം നമ്മൾ മരിച്ചോ ജീവനോടുണ്ടോ. പഴയ മനുഷ്യൻ ഇപ്പോഴും ജിൽ ജിൽ എന്നുണ്ടെന്ന് അന്നേരം മനസ്സിലാകുന്നത്. ആരുടെ അവനെ കുറ്റം പറയാൻ നമ്മുടെ ഉള്ളിലേക്ക് ഉടനെ അതാ വരുന്നത്, ചത്തിട്ടില്ല. ഈ മരിച്ചോന്ന് കുത്തി നോക്കാൻ ഇഷ്ടം പോലെ പട്ടാളക്കാർ നമ്മുടെ വീട്ടിലുണ്ട്, സഭയിലുണ്ട്. അവരിടയ്ക്ക് കുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ചോദിക്കും ആരുടെ എന്നെ കുത്തുന്നത്? മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ല. മരിച്ചാ മിണ്ടുവോ? മരിച്ച ഒരു പരാതി. എന്നെ എന്തിനാ ഈ പെട്ടിയെ കിടത്തിയേക്കുന്നത്? ഇത് കാറ്റ് കൊള്ളുന്നില്ലല്ലോ, ഇവിടെ എന്താ AC വെക്കാത്ത എന്താ? ഏതെങ്കിലും ശവം ഇന്നവരെ പറഞ്ഞിട്ടുണ്ടോ ഈ കുഴി പോരാ? അറിയില്ല. മരിച്ചവന് ഒരു പരാതിയും, ജീവിച്ചിരിക്കുന്നവർക്ക് ആ പരാതി. പഴയ മനുഷ്യൻ മരിച്ചാൽ പിന്നെ ആ പഴയ മനുഷ്യന്റെ ഇഷ്ടങ്ങളൊന്നും പിന്നെ ഇല്ല. ഐ ഡൈഡ്. ഒന്ന് വിശ്വസിച്ച് നോക്കിയാൽ മരിച്ചു. ഭയങ്കര പവറാ വിശ്വാസത്തിന്. ആ വിശ്വാസം നമ്മളെ രക്ഷിക്കുന്നത് കേട്ടോ. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഭർത്താവ് ഭയങ്കര ബഹളോ, ഭാര്യ ഇന്നലെ വരെ ഭാര്യ തിരിച്ചു പറയായിരുന്നു, ഇപ്പൊ ഭാര്യ തിരിച്ചു പറയുന്നത് നിർത്തി. കാരണം മരിച്ചു. എത്ര ബഹളം വെച്ചാലും, ഭർത്താവ് എത്ര ബഹളം വെച്ചാലും ഭാര്യ മിണ്ടാത്ത എന്തുകൊണ്ടാ? മരിച്ചു പോയോണ്ടാ. റൈറ്റ്. ഈ മരണം ഒന്ന് അനുഭവിച്ചാൽ നമ്മൾ പിന്നെ പാപം ചെയ്തില്ല. അപ്പൊ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കഷ്ടവും ഓരോ കുത്ത. ആ കുത്തിനിടയിൽ ഞാനിത് മൈൻഡ് ചെയ്യുന്നില്ല, സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചതാണ്. ആരുടെ എന്നെ കുത്തുന്നത് എന്റെ ഉള്ളിലെങ്ങാനും വന്നാൽ. പക്ഷെ ഈ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും മരണം അഭിനയിക്കും. അത് ഭയങ്കര പ്രശ്നം. ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് ചെല്ലുവാണ്, മരിച്ചവനാന്നുള്ള ഗമയിലാണ് ചെല്ലുന്നത്, പ്രസംഗം കേട്ട് പോകുന്നതാണ്. അവിടെ ചെന്നപ്പോൾ ഭാര്യ എന്തോ തറുതല പറഞ്ഞു. എന്റെ ഉള്ളിൽ മരിച്ചില്ലാത്ത സാധനം ചാടി ഇരുന്നിട്ട്, പക്ഷെ മരിക്കുന്നതായിട്ട് ഞാൻ അഭിനയിക്കാൻ തീരുമാനിച്ചു. മിണ്ടുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഭാര്യ ഇത് തന്നെ ആവർത്തിച്ചു. പിന്നെ ഒന്നും കൂടെ തിളച്ചു വന്നു, മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ശരിക്കും മരിച്ചില്ല, അഭിനയമാണെങ്കിൽ 10ാമത്തെ പ്രാവശ്യമെങ്കിലും ഇത് പൊട്ടിത്തെറിച്ചിരിക്കും, അത് നാട് മുഴുവൻ നശിപ്പിച്ചിരിക്കും. ശരിക്കും മരിച്ചാൽ അത് പെർമനന്റ് ഡെത്താ, പിന്നെ അത് എഴുന്നേക്കില്ല. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കുന്നുണ്ടല്ലോ പാസ്റ്ററെ. അതെന്താണെന്നറിയോ? നിങ്ങൾ കാഴ്ചയിൽ നോക്കുന്നുണ്ടാ. കാഴ്ചയിൽ നോക്കിയാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കാഴ്ചയിൽ നോക്കിയാൽ എന്റെ പഴയ സ്വഭാവം എല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ കാഴ്ചയിൽ നോക്കാൻ പാടില്ല, വിശ്വാസത്തിൽ നോക്കും. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ക്രൈസ്റ്റ് ഡൈഡ്, ഐ ഡൈഡ്. 11ാം വാക്യത്തിൽ പറയാം, നിങ്ങൾ അങ്ങനെ പാപസമുദായം മരിച്ചവരും നിങ്ങളെ തന്നെ എണ്ണിക്കോളെ. ഇതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ കൗണ്ടിങ്. ഐ കൗണ്ട് മൈസെൽഫ് ഡെഡ്. 2 കൊരിന്ത്യർ ലേഖനം 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കും. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഒരൊറ്റ ആള് മരിച്ചപ്പോ എല്ലാരും മരിച്ചു. അങ്ങനെയല്ലേ വാക്യം എഴുതിയേക്കുന്നത്? 2 കൊരിന്ത്യർ ലേഖനം 5:14. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഒറ്റ ആൾ മരിച്ചപ്പോ എന്താ സംഭവിച്ചത്? All died in him. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ എന്റെ പിള്ളേർക്ക് ഫീസ് കൊണ്ട് അടയ്ക്കാം. 4 പിള്ളേർ. ഫീസ് അടയ്ക്കുന്ന ഞാനാണെങ്കിലും രസീത് വരുന്ന പിള്ളേരുടെ പേരിലായിരിക്കും. ഒരാളാണ് ഈ ഫീസ് അടയ്ക്കുന്നത്, പക്ഷെ അതിന്റെ രസീത് ഈ 4 പിള്ളേർക്കും കിട്ടും. പേര് കിട്ടുമ്പോ, ഈ രസീത് കിട്ടുമ്പം പൈസ അടച്ച ആളുടെ പേരിലല്ല രസീത് കിട്ടുന്നത്, പിള്ളേരുടെ പേരില. അതുപോലെ തന്നെ കർത്താവ് ക്രൂശിൽ മരിച്ചത് കർത്താവാണെങ്കിലും ഈ മരിച്ചു എന്നുള്ള രസീത് കിട്ടുന്നത് നമുക്കാണ്.
മരിച്ചു എന്നുള്ള രസീത് കിട്ടിയിട്ടുണ്ടോ? അതിനർത്ഥം പിശാച് നമ്മൾ പറയാണ് നിന്നെ ഞാൻ കൊന്നുകളയും. ഞാൻ പറയാം ഓൾറെഡി മരിച്ചു എന്നുള്ള രസീത് കേട്ടിരിക്കുന്ന എന്നെ എന്ത് കൊല്ലാൻ? അപ്പൊ ഒരു പ്രലോഭനം. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് എന്താ? ഞാൻ മരിച്ചവന്റെ മുമ്പിൽ കിടന്ന് എന്ത് ഡാൻസ് ചെയ്തിട്ട് എന്ത് ഈ ഡൈ. അതുകൊണ്ടാ പൗലോസ് പറയുന്നത് അവന്റെ മരണത്തിന്റെ കൂട്ടായ്മ, കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ, ഭയങ്കര ഡെലിവറൻസ് ആ മരണത്തിൽ പങ്കാളിയാകുന്നു. ഐ ടേക്ക് എ പാർട്ട് ഇൻ ദാറ്റ്. എന്റെ പഴയ മനുഷ്യന്റെ മരണം ഞാൻ അങ്ങ് ആഘോഷിക്കുക. ഐ എം സെലിബ്രേറ്റിംഗ് മൈ സാൽവേഷൻ ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ടു ബി എ സ്ലേവ് എനി മോർ ടു ദാറ്റ് വിക്കറ്റ് ഓൾഡ് മാൻ. And I rejoice in the Lord because I am renewed in the likeness of Christ. ഞാൻ പഴയത് തീർന്നു പോയി. ദാറ്റ് ഡൈഡ്. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അല്ല നാളെ എന്റെ വീട് ശരിയാവും, നാളെ കഴിഞ്ഞ് എന്റെ ജോലി, നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം എനിക്കൊരു വണ്ടി കിട്ടും, എന്റെ പിള്ളേരുടെ ഭാവി, ഇതൊന്നും അല്ല രക്ഷാകരമായ വിശ്വാസം. ഐ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഇനി നമുക്ക് ആ 3-ാം വാക്യം തൊട്ടൊന്നുകൂടെ വായിക്കാം. ഇത് കുറച്ചുകൂടെ ക്ലാരിറ്റി. അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായെന്നാണ്. അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നാം അറിയുന്നില്ലയോ? അപ്പൊ എന്തിനാ സ്നാനപ്പെട്ടതെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്? യേശു മരിച്ചപ്പോ ഞാനും മരിച്ചായിരുന്നു. അതിന്റെ പങ്ക് ചോദിച്ചുകൊണ്ട് സ്നാനപ്പെട്ടത് ആയിരുന്നോ? കർത്താവെ നീ മരിച്ചപ്പോ എന്റെ പഴയ മനുഷ്യരെ മരിച്ചായിരുന്നല്ലോ, എനിക്ക് അതിന്റെ ഒരു ഷെയർ കിട്ടാൻ എന്താ വഴി? ഇങ്ങനെ ചോദിച്ചോണ്ടോ സ്നാനപ്പെട്ടെ? നിങ്ങൾ അങ്ങനെ ചോദിച്ചോണ്ടാണോ സ്നാനപ്പെട്ടത്? എനിക്കെങ്ങും അറിയാൻ മേല ഞാൻ സ്നാനപ്പെടുമ്പോ ഇത് ഇങ്ങനെയൊക്കെയാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായത് ഞാൻ അന്ന് കർത്താവിനോട് ചോദിച്ച അവന്റെ മരണത്തിന്റെ ഷെയറാണ്. എന്താ പറഞ്ഞേക്കുന്നത്? 3-ാം വാക്യം. അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിന്റെ ഷെയർ ചോദിച്ചുകൊണ്ടല്ലേ സ്നാനപ്പെട്ടു. പങ്കാളി, പാർട്ട്ണർ ഇൻ ഹിസ് ഡെത്ത്. അപ്പൊ കർത്താവ് മരിക്കുന്ന ഒരാളുടെ മരണമല്ല, അവൻ അവിടെ അലറി കരഞ്ഞ് വേദന കൊണ്ട് പിടയുമ്പോ അത് എന്റെ വേദനയായിരുന്നു. The pain of death was removed from me. അവനത് വഹിച്ച് അതിനെ ഒഴിവാക്കി. ഇനി ഞാൻ മരിക്കുമ്പോ എനിക്ക് നിലവിളിക്കേണ്ട കാര്യമില്ല. Because the pain was removed. വിശ്വാസമുണ്ടോ? എന്ത് ഭയങ്കര വിശ്വാസ കാര്യം അതല്ലേ. ഐ ഡോണ്ട് ഹാവ് ടു ഡൈ എനിമോർ. സ്വർഗത്തിന്റെ രജിസ്റ്ററിൽ ചേസ് ജോസഫ് എഴുതിട്ട് നേരെ എഴുതിയിരിക്കും ഓൾറെഡി മരിച്ചു, ഇനി മരിക്കണ്ട. എങ്ങനെ മരിച്ചു? എനിക്ക് പകരം വേറൊരാൾ മരിച്ചു. അമേരിക്കയിലെ ലോകമായത് 1-ാം ലോകമായത് നടക്കുമ്പോൾ എനിക്ക് ആരുടെ പേര് മറന്നുപോയി. ഫ്രാൻസിസ് പയർ എന്ന് മറ്റോ അവളുടെ പേരുന്നത്. ഈ തിന്നുന്ന പയറല്ല, PIER. എന്റെ ഓർമ്മ അങ്ങനെയാണ്. ആയിരിക്കല്ല ചിലപ്പോ, എന്തായാലും നമുക്കൊരു പേര് മതിയല്ലോ. അപ്പൊ പുള്ളിയെ പട്ടാളത്തിൽ പോകാൻ വേണ്ടി എൻലിസ്റ്റ് ചെയ്തു, യുദ്ധത്തിൽ പോകാൻ. അപ്പൊ പുള്ളിയുടെ സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു നിങ്ങൾക്കാണെങ്കിൽ ഭാര്യ 6 പിള്ളേരും, എനിക്കാണെങ്കിൽ ജീവിതത്തിൽ ആരുമില്ല, ഞാനൊരു ഒറ്റയാനും. അതുകൊണ്ട് നിങ്ങളുടെ പിള്ളേർക്ക് അപ്പനും ഭാര്യയ്ക്ക് ഭർത്താവും ഇല്ലാതായി പോകുന്ന ഞാൻ നിങ്ങളുടെ ഇന്നത്തെ പോലെ ആധാർ കാർഡൊന്നും ഇല്ല, ഞാൻ നിങ്ങളുടെ പേരിൽ യുദ്ധം ചെയ്യാൻ പോക്കോളാം എന്ന് പറഞ്ഞ് ഈ പുള്ളി യുദ്ധം ചെയ്യാൻ പോയി. അയാൾ മരിച്ചുപോയി. പേരെന്താ? ഫ്രാൻസിസ് പയർ. യുദ്ധം കഴിയാറായപ്പോ വീണ്ടും വന്നു ഒരു കോള്, ഇനിയും യുദ്ധത്തിൽ എൻലിസ്റ്റ് ചെയ്യണം. അപ്പൊ ഒരുത്തൻ പറഞ്ഞത് ഇവിടെ ഒരുത്തൻ ഇരിപ്പുണ്ട്, ഫ്രാൻസിസ് പയർ. ഉടനെ വന്നു പട്ടാളക്കാരെ അയാളുടെ പേര് എൻ്റർ ചെയ്യാൻ. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ ചത്തുപോയി. എന്താ? നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് നോക്കി, ഞാൻ ചത്തുപോയി. നോക്കിയപ്പോ ശരിയാ, ഫ്രാൻസിസ് പയർ ഓൾറെഡി മരിച്ചിരിക്കുക. ഇനി ഇയാൾക്ക് മരിക്കാൻ പറ്റില്ല, ഇയാളെ ഇനി വിടാൻ പറ്റില്ല, കാരണം ഈ റെക്കോർഡിൽ ഇയാൾ ഇല്ല. അപ്പൊ നമ്മളെ കൊല്ലുന്ന് പറഞ്ഞ് പിശാച് വരുമ്പോ നമ്മൾ എന്താ പറയുന്നത് അറിയോ? റെക്കോർഡിൽ എന്റെ പേരില്ല, എനിക്ക് പകരം വേറൊരാളെ മരണശിക്ഷ ഏറ്റെടുത്ത് ഫിനിഷ് ചെയ്തു. ഇനി അങ്ങനെ അതാണ് എന്റെ ഫെയ്ത്ത്. ഹി ഡൈഡ് ഇൻ മൈ പ്ലേസ്, ഐ ഡോണ്ട് ഹാവ് ടു ഡൈ, ഐ വിൽ ജസ്റ്റ് ഫ്ലൈ അവേ. ഞാൻ അങ്ങ് പറന്നു പോകും. ഈ വിശ്വാസമാണ് നമ്മൾ നീതീകരിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അടുത്ത വാക്യം റോമർ 6-ന്റെ
3. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. അപ്പൊ സ്നാനം, ഞാൻ കർത്താവിനോട് ചോദിക്കാം, കർത്താവേ നിന്റെ മരണത്തിന്റെ ഒരു ഷെയർ എനിക്ക് നീ തരണേ. ഇതാണ് പ്രെയർ. അവന്റെ മരണത്തിൽ പങ്കാളികളാവാൻ സ്നാനം ഏറ്റിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ സ്നാനപ്പെടുന്ന 1996 സെപ്റ്റംബർ 16-ാം തീയതി. ഞാനൊരു സഭയിൽ ഇത് പറഞ്ഞപ്പോ അന്ന് എക്സാക്ട്ലി സെപ്റ്റംബർ 16 ആയിരുന്നു. സെപ്റ്റംബർ 16 കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 16-ാം തീയതിയാണ് ഞാൻ സ്നാനപ്പെടുന്നത്. എന്റെ അപ്പനും അമ്മയും, എന്റെ പേരൻസ്, എന്റെ അങ്കിള്, ആന്റി, ഒരു മകൻ, അങ്ങനെ 5 പേര് ഫെബ്രുവരി 27, 97, അതായത് ഒരു 6-7 മാസത്തിനുള്ളിൽ സ്നാനപ്പെട്ടു. അപ്പൊ ഇവരെല്ലാരെയും സ്നാനപ്പെടാൻ വേണ്ടി ജീപ്പിൽ പോകുമ്പോൾ സ്നാനക്കുളത്തിലേക്ക് പോകും. ഇവരുടെ ജീപ്പിൽ ഒരു ഹിന്ദു സഹോദരി കയറിയാണ് കാണാൻ വേണ്ടി, സ്നാനം കാണാൻ വേണ്ടി. സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങി എല്ലാരും ഇറങ്ങി കയറി അവസാനമാണ് ആന്റി സ്നാനപ്പെടുന്നത്. ആന്റി സ്നാനപ്പെട്ട് കയറി. ഈ ഹിന്ദു സഹോദരി നെഞ്ചിലിട്ടൊരു 4 അടി ഒരു കരച്ചു. അപ്പൊ ആൾക്കാർ ചോദിച്ചു, അവരോട് ഈ ആന്റി ചോദിച്ചു, എടി ഞാൻ സ്നാനപ്പെട്ടതിന് നീ എന്തിനാ കരയുന്നത്? അന്നേരം ആ പുള്ളിക്കാരി പറയാ, ഇനി നിങ്ങളാരും ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്നോർത്തിട്ട് സഹിക്കാൻ പറ്റിയില്ല. അന്ന് സ്നാനപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞങ്ങൾ അവരുടെ കൂടെ ഇല്ല എന്നുള്ള കാര്യം. പക്ഷെ അത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അപ്പൊ തന്നെ മനസ്സിലായി ഇവര് പോയി മരിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കുക, ലോകത്തിൽ സകല മനുഷ്യരും ഈ സ്നാനത്തെ ഇത്രയും മാറ്റി നിർത്താൻ, അകറ്റി നിർത്താൻ എന്താ കാരണം? ഒന്ന് വെള്ളത്തിൽ മുങ്ങിയാ പോരെ, എന്തെല്ലാം പണികൾ ഇവർ ചെയ്യുന്നു. പക്ഷെ ഈ ഒരു കാര്യം വരുമ്പം അവരുടെ കട്ട്, അവരുടെ ചർച്ചയിൽ നിന്ന് കട്ട്, അവരുടെ ഫാമിലിയിൽ നിന്ന് കട്ട്, ആള് തീരുവാ. അപ്പൊ ശരിക്കും കർത്താവിന്റെ മരണത്തിന്റെ ഒരു പങ്കാളിത്തം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ പോയി സ്നാനപ്പെടുന്നത്. ഈ സ്നാനം ജലത്തിന്റെ അഴുക്ക് കഴുകിക്കളയാനല്ല, നല്ല മനസാക്ഷിക്ക് വേണ്ടി കർത്താവിന്റെ നിലവിളിക്കുക, കർത്താവെ ഈ പഴയ മനുഷ്യൻ നീ അതും ചുമന്നുകൊണ്ട് ഇത്രയും വേദന അനുഭവിച്ച് ക്രൂശിൽ മരിച്ചിട്ട് എന്റെ പഴയ മനുഷ്യൻ ഇപ്പോഴും എനിക്ക് കാണാം, അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഐ വാണ്ട് ദാറ്റ് ടു ഡൈ. ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് ദ ഡെത്ത് ഓഫ് ദാറ്റ് ഓൾഡ് മാൻ. എന്റെ പഴയ മനുഷ്യൻ പിന്നെ ദേഷ്യം വരുന്ന, ബഹളം വെക്കുന്ന ആ സാധനം ഒന്ന് ചത്ത് കണ്ടാൽ മതി. എനിക്ക് അതിന്റെ ഷെയർ കിട്ടിയേ പറ്റൂ. ആ പ്ലീഡിങ് വിത്ത് ഹിം. എന്താ പറയാ, വെള്ളത്തിൽ മുങ്ങാൻ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഐ വാണ്ട് യുവർ ഷെയർ. അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതാണ് ഒരു വിശുദ്ധൻ ബലമായി അത് പിടിച്ചെടുക്കുക സ്നാനത്തിലൂടെ. ചോദിക്കുവാണ്, ഗിവ് മീ ദ ഷെയർ ഓഫ് മൈ ഡെത്ത്. അപ്പൊ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് സ്നാനപ്പെടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു. ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾ സ്നാനപ്പെടാൻ പോകുന്ന എന്നോട് ചോദിക്കുക, 1 മിനിറ്റ് അതിനകത്ത് അമർത്തി പിടിക്കാവുന്ന വെള്ളത്തിനകത്ത് ആ മരണം. ഞാൻ പറഞ്ഞു മര്യാദക്ക് എഴുന്നേറ്റ് പോകണം. ബിക്കോസ് ഡെത്ത് എക്സ്പീരിയൻസ് എന്താ, കർത്താവിന്റെ കൂടെ വെള്ളത്തിൽ ഒന്നും പോയി മുങ്ങി കിടന്നേക്കല്ലോ കേട്ടോ. ബട്ട് സ്നാനം സിംബലൈസസ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ക്രൈസ്റ്റ് ഡെത്ത്, ക്രിസ്തുവിന്റെ മരണം. അത് ഭയങ്കര സന്തോഷമാണ്. ഈ മരണം തരുന്ന, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു സഹോദരൻ പറഞ്ഞ, ഈ പഴയ മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത്, നമുക്ക് ഈ കുഴിനകമൊക്കെ വരുമ്പോൾ അതിന്റെ ചുറ്റും പ്രസ് ചെയ്യുമ്പോൾ അതിന് മേലിൽ പ്രസ് ചെയ്താൽ ജീവൻ പോകും. അതിന്റെ ചുറ്റും പ്രസ് ചെയ്യുമ്പോൾ ഒരു സുഖമുള്ള ഒരു പെയിൻ ഉണ്ട്. ആ പെയിൻ പോലൊരു സുഖമാണ് ഈ പഴയ മനുഷ്യന്റെ മരണം അനുഭവിക്കുന്നത്. ഇറ്റ് ഗീവ്സ് us so much joy. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ലൈഫ് കർത്താവ് തന്നേക്കുന്നത്, ഈ ലോകത്തോളം എല്ലാം നഷ്ടപ്പെടുത്തിയാലും ആ ഒറിജിനൽ ക്രിസ്തുവിന്റെ ലൈഫ് ജീവിക്കാനൊരു അവസരം കിട്ടിയാൽ there is nothing more valuable in this earth. അത് ഈ മരണത്തിലൂടെ മാത്രമേ സാധ്യമുള്ളൂ. അതിന്റെ കാര്യം അടുത്ത വാക്യത്തിൽ ഇങ്ങനെ ഇരുന്ന്, നിങ്ങൾ റോമാലേഖനം ഒരു 15 പ്രാവശ്യം പഠിച്ചാലും കുഴപ്പമില്ല. എത്ര പ്രാവശ്യം ഇത് നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്കി. ദാറ്റ് വേർഡ് വിൽ ബി സോ പവർഫുൾ. ഇതേ വാക്യം വായിച്ചു, ഞാൻ ഈ പറയുന്നതിനേക്കാളും പവർഫുൾ ആയിട്ട് ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് തിരിച്ചു. കാരണം വചനം അങ്ങനെയാണ്, വചനം ജീവനാണ്, അതിന് ഭയങ്കര ശക്തിയാണ്. ഞാൻ ഈ വചനത്തിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അല്ലാതെ ഞാൻ എന്റേതായിട്ട് ഒന്നും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നില്ല. ഐ എം ജസ്റ്റ് ഇന്റർപ്രറ്റിംഗ് ദോസ് വേഴ്സസ്, എക്സിക്യൂട്ടിംഗ്, വേറൊന്നും ചെയ്യുന്നത്. അടുത്ത വാക്യം നോക്കിയേ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു.
അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. We were buried with him. തീർന്നു. നമ്മൾ ഒരാളെ കുഴിച്ചിട്ടിട്ട് വന്നിട്ട് പിന്നെ അയാൾ ജീവനോടെ റോഡിൽ കൂടെ നടക്കുന്നത് നമുക്ക് പേടിയാവല്ലേ? പേടിയാവും. അതുപോലെ തന്നെയാണ് അന്ന് കരഞ്ഞു വിളിച്ച് ശവം അടക്കിയിട്ട് പോയ ആ ഹിന്ദു സഹോദരി ഉണ്ടല്ലോ, നിങ്ങൾ പോയല്ലോ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ നാട്ടിൽ നിന്നും പറഞ്ഞിട്ട് കരഞ്ഞില്ലേ? ആ ഹിന്ദു സഹോദരി അവർ ചെയ്യുന്ന അതേ പണി ചെയ്യുന്നതായിട്ട് നമ്മളെ കണ്ടുപിടിച്ചാൽ അവർ പേടിക്കൂലേ? പേടിക്കും. ചത്ത് കുഴിച്ചിട്ട് ആൾ എഴുന്നേറ്റ് വന്നവർ കാണും. ഇന്ന് ലോകത്ത് ഈ വെളിച്ചം ഉള്ളവരെന്ന് പറയുന്നവരുടെ വെളിച്ചം ഇരുട്ടായി പോയതുകൊണ്ട് ഭൂമി തന്നെ ഇരുട്ടിലായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ പ്രത്യാശയുടെ വെളിച്ചം, കർത്താവിന്റെ വെളിച്ചം ഇങ്ങനെ പ്രകാശിക്കുന്ന വചനങ്ങളിലൂടെ നമ്മളെ ക്രിസ്തുവിന്റെ ജീവനിലേക്ക് പ്രവേശിക്കാൻ. ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് തന്നെ ആത്മാവ് വന്നവരെന്നുള്ള അർത്ഥത്തിലാണ്. ആത്മാവ് വന്ന അറ്റ്ലീസ്റ്റ് യേശുവിന്റെ ജീവൻ തുറന്നു തരും വേണ്ടേ? ആത്മാവ് അവന്റെ ജീവനല്ലേ നമ്മുടെ ഉള്ളിൽ തരുന്നത്. എങ്ങനെ ഇതൊക്കെ നഷ്ടമായി പോയത്? ജീവിതം മുമ്പോട്ട് പോകും തോറും നമ്മൾ വേറൊരു ജീവിതം അന്വേഷിച്ചു, ക്രിസ്തുവിൻ്റെതല്ലാത്ത ഒരു ജീവിതത്തിന്റെ സന്തോഷങ്ങൾ കണ്ടെത്തി, അതിന്റെ എൻജോയ്മെന്റിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ മുമ്പിൽ കർത്താവ് വെച്ചിരുന്ന നല്ല ഓട്ടം അസ്ഥിരമാക്കി കളഞ്ഞു. ദൈവത്തിന്റെ സഭയെ ഒന്ന് കുലുക്കി കർത്താവ് പറയാൻ, മടങ്ങി വാ, ഇഫ് യു ഷെയർ ഇൻ മൈ ഡെത്ത് ഐ വിൽ ഗിവ് യു ഇൻഹെറിറ്റൻസ് വിത്ത് മീ. അതാണ് അടുത്ത വാക്യം പറയുന്നത്. നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ. അവിടെ ഈ വാക്ക് നമ്മളൊന്ന് ചിന്തിക്കണേ. നമ്മൾ സാധാരണ വെരി സിമ്പിൾ ആയിട്ട് സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞ ഇങ്ങനെയാ: വെള്ളത്തിൽ മുങ്ങുന്നത് മരണം, മുഴുവൻ മുങ്ങി അകത്തോട്ട് പോകുന്നത് കബറടക്കം. ഇങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നേ? ആണോ? അപ്പൊ എഴുന്നേറ്റ് വരുന്നു. ഇങ്ങനെയാണ് സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെയല്ല. ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. The whole process of baptism കാണിക്കുന്നത് യേശുവിന്റെ മരണത്തെയും ശവോടക്കിനെയും മാത്രമാണ്. പുനരുത്ഥാനത്തെ കാണിക്കുന്നില്ല. നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി പോരുന്നത് ചത്തുപോകാതിരിക്കാൻ വേണ്ടിയാണ്. ദാറ്റ്സ് നോട്ട് റിസറക്ഷൻ. റിസറക്ഷൻ എന്താന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നിട്ട്, അതാണ് റിസറക്ഷൻ. അതുപോലെ ഞാനും വെള്ളത്തിൽ നിന്ന് കയറി വരേണ്ടതാകുന്നു നല്ല എഴുതിയേക്കുന്നത്. എങ്ങനെ എഴുതിയേക്കുന്നത്? ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഈ സ്നാനം connects us to Christ's death. Newness of life connects us to his resurrection. ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നതാണ് ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതുപോലെ നമ്മൾ ചെയ്യുന്നത്. വെള്ളത്തിൽ നിന്ന് കയറി വരുന്നതല്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന. ആ വാക്യം അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ, അതുപോലെ പുനരുത്ഥാനം പോലെ. ഞാൻ വെള്ളത്തിൽ നിന്ന് കയറി വന്നു എന്നല്ല അവിടെ എഴുതിയേക്കുന്നത്. നാം ജീവന്റെ പുതുക്കത്തിൽ, ദ ന്യൂനെസ് ഓഫ് ലൈഫ്, പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ, ക്രിസ്തുവിന്റെ ജീവനിൽ ജീവിക്കേണ്ടതിന് തന്നെ. അപ്പോ യേശു എനിക്ക് പകരം മരിച്ചു എന്ന് പറയുന്നത് തെളിവ് അവൻ എന്നിലൂടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ആ തെളിവുണ്ടെങ്കിലേ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് എനിക്ക് കൺഫസ് ചെയ്യാൻ പറ്റും. ഇഫ് ക്രൈസ്റ്റ് ഡൈഡ് ഇൻ മൈ പ്ലേസ്, ഇറ്റ് മീൻസ് ഐ ആം ലിവിങ് ഇൻ ഹിസ് പ്ലേസ്. ക്രിസ്തു എന്റെ സ്ഥാനത്ത് മരിച്ചു എന്ന് നിങ്ങൾ കൺഫസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഓൾസോ കൺഫസ് ദ റിസറക്ഷൻ. അതെന്താണ്? ക്രിസ്തു എന്റെ സ്ഥാനത്ത് മരിച്ചു, അതുപോലെ ഞാൻ അവന്റെ സ്ഥാനത്ത് ജീവിക്കുന്നു. ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. ദാറ്റ് സിംബലൈസസ് റിസറക്ഷൻ. അങ്ങനെയല്ലേ റോമാലേഖനത്തിൽ എഴുതിയേക്കുന്നത്? വെള്ളത്തിൽ നിന്ന് കയറി വരുന്നതാണോ യേശു ക്രിസ്തു മഹത്വത്തിൽ പുനരുത്ഥാനം ചെയ്തതിന്റെ അടയാളം? അല്ല, ജീവന്റെ പുതുക്കത്തിൽ നമ്മൾ നടക്കുന്നതാണ്. ദാറ്റ്സ് വേഴ്സ് 4. ആകയാൽ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു.
ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നേ, അവന്റെ മരണത്തിന്റെ സദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായാൽ, വെള്ളത്തിൽ ചുമ്മാ പോയി മുങ്ങിയാലല്ല, ശരിക്കും എന്റെ വിശ്വാസത്തിൽ ഞാൻ അവന്റെ മരണത്തെ അനുഭവിക്കുന്നുണ്ട്. ആ വിശ്വാസം എന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ, എ ഫെയ്ത്ത് ദാറ്റ് റീജനറേറ്റ്സ്, എ ഫെയ്ത്ത് ദാറ്റ് സാങ്ക്ടിഫൈസ്, അതെന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോടും ഏകീഭവിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ, ഞാൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന്റെ സദൃശ്യത്തോട് ഏകീഭവിക്കാതെ പറ്റില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ പഴയ ജഡത്തിന് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ സാധിക്കില്ല. അഞ്ചാം വാക്യത്തിൽ പറയുന്ന അവന്റെ മരണത്തിന്റെ സദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോട് ഏകീഭവിക്കും. ആറാം വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടത്. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ, എങ്ങനെ മരിച്ചവൻ? ക്രിസ്തുവിനോടുകൂടെ കാൽവരി ക്രൂശിൽ ആ മരണത്തിൽ ഏകീഭവിച്ചവൻ. അങ്ങനെ മരിച്ചവൻ, ഏഴാം വാക്യം എന്താ പറയുന്നത്? പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ പാപത്തിന് എങ്ങനെ മോചനം പ്രാപിക്കുള്ളൂ? ഓൺലി ബൈ ദ ഡെത്ത് ഓഫ് ദ ഓൾഡ് മാൻ. നിങ്ങൾ ന്യൂ ഇയറിനല്ല 365 ദിവസം തീരുമാനം എടുത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവന്റെ മരണത്തോട് അനുരൂപപ്പെടാതെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ ജീവിക്കാൻ കഴിയില്ല. യു ഹാവ് ടു ഡൈ ടു ദ ഓൾഡ് ഡിസയേഴ്സ് ആൻഡ് ഓൾഡ് ലൈഫ്. അപ്പൊ യേശുക്രിസ്തു മരിച്ചപ്പോൾ ഞാനും മരിച്ചു. വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം നിങ്ങളെ അടിമുടി മാറ്റിക്കളയും. പെരുമാറ്റം, ഇടപെടല്, ആളുകളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ ഭാര്യാഭർത്തൃ ബന്ധം, കുടുംബ ബന്ധം, എല്ലായിടത്തും ഞാൻ യേശുവിന്റെ മരണം അനുഭവിക്കുകയാണെങ്കിൽ എന്താ കുഴപ്പം? സോ മച്ച് ഓഫ് റിച്ചസ്, ധനം നമുക്ക് കിട്ടുക. നമ്മളങ്ങ് ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കർത്താവിന്റെ ഫുൾ ധനം നമുക്ക് അവൈലബിൾ. ഇനി ഇത് ആബ്സെന്റ് ആവാൻ എന്ത് ചെയ്യണം? മരിക്കാൻ എന്ത് ചെയ്യണം? എല്ലാവരും കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഈ പാസ്റ്റർ, ജഡത്തിൽ മരിക്കാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം സഹോദരങ്ങള്? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് കർത്താവ് ഇറങ്ങി വന്ന് അവൻ തന്നെ നമുക്ക് പകരം മരിച്ചു. നമ്മുടെ പഴയ അവൻ അത് പൂർത്തിയാക്കി. വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഈ പഴയ മനുഷ്യനെ ക്രൂശിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ക്രൂശ് നമ്മൾക്ക് പറ്റിയ പണിയുമല്ല. കാരണമല്ല, കത്തിയെടുത്ത് കുത്തിച്ചാവാനായിരുന്നു നമുക്ക് എങ്ങനെയെങ്കിലും കുത്തിച്ചാവാമായിരുന്നു. പക്ഷെ ക്രൂശ് എന്ന് പറയുന്നത്, ക്രൂശിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് മരിക്കാൻ പറ്റില്ല. ഒരു കൈയിൽ ആണി അടിച്ചാൽ മറ്റേ കൈ കൊണ്ട് നമ്മൾ ഊരിയെടുക്കും. അവിടെ ആരാണി ഇടിക്കും? അപ്പൊ വി കനോട്ട് ഡൈ ഓൺ ദ ക്രോസ് ഫോർ അവേഴ്സെൽസ്. ക്രിസ്തു തന്നെ മരിക്കണമായിരുന്നു. ഈ പഴയ ജഡത്തിന്റെ മരണം എന്ന് പറഞ്ഞാൽ ക്രൂശിൽ മാത്രമേ തീരുള്ളൂ. അതിന്റെ ഫിലോസഫിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുന്നില്ല. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. എട്ടാം വാക്യം പറയാണ്, നാം ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ, മരിച്ചോ? മരിച്ചോ? ഇവിടെ പറയുന്നത് എന്താന്ന് നോക്കി, നാം ക്രിസ്തുവിനോട് കൂടെ, എട്ടാം വാക്യം, മരിച്ചുവെങ്കിൽ. എന്തൊരു സന്തോഷമാണ്. എനിക്കത് ഇപ്പോഴും ഭയങ്കരമായ ആത്മസന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഐ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. വാട്ട് എ ഗ്ലോറിയസ് ട്രൂത്ത്. ഐ ഡോണ്ട് ഹാവ് ടു ബി എ സ്ലേവ്. എനിക്കിനി അടിമയായിട്ട് ജീവിക്കണ്ട. എനിക്ക് കൃപ അങ്ങോട്ട് എൻജോയ് ചെയ്താൽ മതി. ബിക്കോസ് ഇറ്റ്സ് നോ ലോങ്ങർ ഐ, ഞാനല്ല. അപ്പൊ സ്നാനപ്പെടുമ്പോ ഇത്രയും ഭയങ്കര കാര്യങ്ങളൊക്കെ എന്റെ പുറകിലുണ്ട്. പക്ഷെ ഞാൻ സ്നാനപ്പെട്ടപ്പോ എനിക്ക് അതൊന്നും അറിയാൻ മേല. എനിക്ക് ആകെ അറിയാമായിരുന്നു, കർത്താവായ യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്കായി മരിച്ചു. അവൻ എന്നോട് സ്നാനപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വീണ്ടും വരുമ്പോ എന്നെ കൊണ്ടുപോകും. എന്റെ പാപങ്ങൾ അവൻ ക്ഷമിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യം എനിക്ക് അറിയാമായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ജീവിതത്തിൽ പഠിക്കുക. പിന്നെ മനസ്സിലാകുന്നത്, നമ്മൾ സുബോധത്തോടെയാണ് സ്നാനപ്പെട്ടതെങ്കിൽ രണ്ടാമത് സ്നാനപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ക്രിസ്തുവിനെ സ്വീകരിച്ച്, കർത്താവെ നീ എന്റെ കർത്താവും രക്ഷകനുമാണെന്ന് ഏറ്റു പറഞ്ഞ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് കൺഫ്യസ് ചെയ്തിട്ടാണ് നമ്മൾ
സ്നാനപ്പെട്ടതെങ്കിൽ അത് ബോധപൂർവം ചെയ്ത, വിശ്വാസത്തിൽ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അത് രണ്ടാമത് ആവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അതിന്റെ ഇൻസൈറ്റ് കിട്ടുന്നു. ആ ഇൻസൈറ്റ് കിട്ടുമ്പോൾ മനസ്സിലാവും, എന്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു എന്നാണല്ലോ ഞാൻ കൺഫസ് ചെയ്തത്, എന്നിട്ട് എന്റെ ജഡം മരിക്കുന്നില്ലല്ലോ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, മരിച്ചു. കാഴ്ചയെ കാണുമ്പോൾ ഉണ്ട്, പക്ഷെ ഞാൻ വിശ്വാസത്തിൽ പറയുന്നു മരിച്ചു. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കും. എട്ടാം വാക്യം, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ എന്നേക്കും അവന്റെ കൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും അപ്പൊ മരിച്ചു എങ്കിൽ അവന്റെ കൂടെ ജീവിക്കുകയും ചെയ്യും. ദാറ്റ്സ് സർട്ടൻ. അപ്പൊ യേശുവിന്റെ കൂടെ മരിച്ചു എന്ന് ആർക്കൊക്കെ വിശ്വാസമുണ്ട്? നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടോ? ആ 3 ക്രൂശ് അന്ന് കാൽവരി ക്രൂശിൽ ഉയർന്നപ്പോൾ നടുക്കത്തെ ക്രൂശിൽ ഞാനും ഉണ്ടായിരുന്നു. കർത്താവ് വേദനയോടെ കാര്യം അത് എന്റെ വേദനയായിരുന്നു, ഐ ഡൈഡ് ദെയർ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കാണാത്ത കാര്യം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ കൂടെ എന്നും ജീവിക്കും. അവന്റെ മരണത്തിന്റെ സദൃശത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായാൽ, ഇവിടെ പറയുന്നത് നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ, ഡു യു ബിലീവ് ഇറ്റ്? അത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും അവന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളിയായിരിക്കും. വി വിൽ ഗോ ടു ഹെവൻ. പക്ഷെ പാപജഡം മരിച്ച് എന്നുള്ള ഫെയ്ത്ത് നമുക്കുണ്ടാകും. വി വിൽ നോട്ട് എനി ലോnger ബി എ സ്ലേവ് ടു സിൻ. 9-ാം വാക്യം, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. കാരണം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. കാരണം ഒരിക്കലായി മരിച്ച് പുനരുത്ഥാനം പ്രാപിച്ചു. ആ മരണം അവൻ അനുഭവിച്ചു. ഇനി അവൻ മരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ that sacrifice is done over. അപ്പൊ അതിന്റെ കൂടെ ഞാൻ മരിച്ചു. ഒറ്റ പ്രാവശ്യം മരിച്ചാൽ മതി. ഈ ബൈബിള് പിന്നെ പറയുന്നുണ്ട് കർത്താവിനോട് മരിച്ചു. 7:4 പറയുന്നു നാം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു, ക്രിസ്തുവിൽ മരിച്ചു. 2:20 കൊളോസ്യർ പറയുന്നു നാം ക്രിസ്തുവിനോടുകൂടെ ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. കൊളോസ്യർ 3:2 പറയുന്നു നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു. ബൈബിളിൽ മുഴുവനുണ്ട് കർത്താവിനോട് മരിച്ചു. പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് മരിച്ചതായിട്ടൊട്ട് തോന്നുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഉത്തരം ഇവിടെ പറയുന്നേ, 10-ാം വാക്യം പറയാണ്, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിൽ ജീവിക്കുന്നു. അപ്പം നമ്മൾ അവന്റെ കൂടെ, അവനകത്താ, അവനിലാണ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അവൻ മരിച്ചപ്പോൾ ഞാനും മരിച്ചു, അവൻ എഴുന്നേക്കുമ്പോൾ ഞാൻ എഴുന്നേക്കുന്നു. അവൻ ഇനി മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല, അതുകൊണ്ട് എന്റെ മേൽ അധികാരമില്ല. അവൻ പിതാവിന്റെ മുമ്പിൽ പിതാവിനായിട്ട് ജീവിക്കുന്നു, ഞാനും അങ്ങനെ തന്നെയാണ്. അടുത്ത വാക്യം നോക്കിയേ, 11-ാം വാക്യം, അവണ്ണം നിങ്ങളും. കണ്ടോ, ക്രിസ്തു എങ്ങനെ അങ്ങനെ തന്നെ നിങ്ങളും, ബിക്കോസ് വി ആർ ഇൻ ഹിം. അതുകൊണ്ട് അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും. വെൻ ക്രൈസ്റ്റ് ഡൈഡ്, ഐ ഡൈഡ്. പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ, ഇൻ ക്രൈസ്റ്റ്. കണ്ടോ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തു യേശുവിൽ. അപ്പൊ ക്രിസ്തു എങ്ങനെ ജീവിക്കുന്നു നോക്കിയേ? ദൈവത്തിന് ജീവിക്കുന്നു, നമുക്ക് വേണ്ടിയാ. അപ്പൊ ആ ക്രിസ്തുവിൽ ഞാനും ആർക്ക് വേണ്ടി ജീവിക്കുന്നു? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ഞാൻ ഈ റോമാലേഖനത്തെ കുറിച്ച് നിങ്ങളോട് പറയുന്നു, കൊരിന്ത്യർ ലേഖനത്തെ കുറിച്ച് ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ ക്ലാസ് എടുക്കുന്നു. അങ്ങനെ പല ലേഖനങ്ങൾ ഈ ലോക്ക്ഡൌൺ തീരുമ്പോഴേക്കും ലേഖനങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇന്ന് അത്ഭുതപ്പെട്ടു പോയി. കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം വായിച്ചു. വിവാഹബന്ധത്തെ കുറിച്ച് പറയുന്ന വാക്യങ്ങള് പൗലോസ് പറയുന്നത്, നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുന്ന ഭേദം എന്നൊക്കെ പറയുന്നത്. അപ്പൊ എനിക്ക് സംശയം, നീ പൗലോസ് എന്താ ഇങ്ങനെയൊക്കെ പറയും? പക്ഷെ എന്റെ അവസാനം പറയുന്നുണ്ട്, ഈ കല്യാണം കഴിക്കുന്നവൻ ഭാര്യയെ പ്രസാദിപ്പിക്കാനും ഭർത്താവിനെ പ്രസാദിപ്പിക്കാനും നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വി ബിക്കം ഡിസ്ട്രാക്റ്റഡ് ഫ്രം ദ ലോർഡ്. അതുകൊണ്ട് ഓരോ വിവാഹത്തിലും വിവാഹം കഴിച്ചവർ തീരുമാനിക്കണം, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ദൈവത്തെയാണ് പ്രസാദിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് ചോദിക്കരുത്, എന്റെ ഇഷ്ടം എന്താ ചെയ്യാത്ത, എന്നെ സ്നേഹിക്കുന്നില്ലേ, ചോദിക്കരുത്. ഭർത്താവും ചോദിക്കരുത്. കാരണം എന്താ? നമ്മുടെ രണ്ടുപേരുടെ ഉദ്ദേശം ആരെ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. അങ്ങനെ ദൈവത്തോടുള്ള ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ഒരു ബിസിനസ് ആയിട്ട് കല്യാണം പ്ലഷർ ബേസ് ആകരുത്, അഗപ്പെ ബേസ്ഡ് ആകണം. അതാണ് ഇപ്പൊ എത്ര ആഴമായിട്ടാണ് പൗലോസ് ഇതെല്ലാം
എനിക്ക് ഭയങ്കര അത്ഭുതം, ആത്മാവിൽ ഭയങ്കര സന്തോഷം നിന്ന് വായിക്കും. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും അഗപ്പെ ബേസ്ഡ് ആണ്, ലവ് ബേസ്ഡ് ആണ്, പ്ലഷർ ബേസ്ഡ് അല്ല. സുഖമില്ലാത്ത ഒരു ഭാര്യ, അവിടെ ഉണ്ടാകേണ്ടത് പ്ലഷർ അല്ല, അഗപ്പയാണ്, കൈത്താങ്ങാണ്. വേദനകളെ വഹിക്കുന്ന, ചുമക്കുന്ന ആ അഗപ്പയിൽ നിന്ന് മാത്രമേ എന്തു. If there is no agape, you are just like the normal world, heathen. നമ്മൾ ഇനി ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, ക്രിസ്തുവില, ദൈവത്തിന് വേണ്ടിയാണ്. വിവാഹം കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും ജീവിക്കുന്നതും കൊടുക്കുന്നതും നടക്കുന്നതും എല്ലാം ദൈവത്തിന് വേണ്ടിയാണ്. ബിക്കോസ് വി ഡൈഡ്. ഇനി നോക്കിക്കേ, പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ, 12 വാക്യം പറയാണ്, പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറി നീ വാഴരുത്. റെയിനിങ്ങിനെ കുറിച്ച്, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ചിന്താവിഷയമായിരുന്നു. ഒരു കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഈ കൃപക്കാലം വന്നിറങ്ങി, റെയിനിങ് ഗ്രേസ്. വാഴുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് റൂളർഷിപ്പ്, 2 വാഴ്ചകൾ, റെയിൻ ഓഫ് ഡെത്ത്, റെയിൻ ഓഫ് ഗ്രേസ്. കൃപയുടെ വാഴ്ച, മരണത്തിന്റെ വാഴ്ച. ഈ മരണം വാഴുന്ന ഒരാളില് ഡെത്ത് എന്ന റിയാലിറ്റിയിലുള്ളവനെ കൊണ്ട് ചെല്ലുന്ന ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അവന്റെ സിന്നാണ്. സിന്നിന് അവൻ സ്ലേവ് ആണ്, അടിമ. അവൻ പാപത്തിന് അടിമയായിരിക്കുന്നിടത്തോളം കാലം ഹീസ് ഓൾസോ എ സ്ലേവ് ടു ലോ. അവിടെ സ്ലേവ് ആണ്. കാരണം പാപം ഭരിക്കുന്ന ഒരാളെ നിയന്ത്രിക്കാൻ നമുക്ക് നിയമങ്ങൾ ആവശ്യമാണ്. ഓക്കെ, എന്നാൽ ഇവിടെ പാപം വാഴുന്നില്ല. സിൻ ഈസ് നോ മോർ റൂളിംഗ്. ദ ഓൾഡ് മാൻ ഈസ് ഡെഡ്. സിൻ ഹാസ് നോ പവർ. പാപത്തിന് എന്തില്ല? പവർ ഇല്ല. സിൻ ഹാസ് നോ പവർ. അപ്പൊ സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനത് ഒരിക്കൽ കൂടി ഈ റെയിൻ ഓഫ് ഗ്രേസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആ പഴയ പിക്ചർ തന്നെ പിന്നെ വരയ്ക്കാണേ. ആത്മാവിൽ നമ്മൾ ചെയ്യും. അപ്പോൾ ഈ ഒരു വര വളരെ നേർത്തതായി വരികയും സ്പിരിറ്റ്, ആത്മാവ് നമ്മുടെ മനസ്സും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവുകയും ആത്മാവ് മനസ്സിനെ ഇങ്ങനെ വിശദീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താ മരിക്കേണ്ടത്? ഈ ശരീരവുമായിട്ടുള്ള ഈ ബന്ധമാണ്. ശരീരം മരിക്കുന്ന എപ്പോഴാ? നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോഴാണ്. അതല്ല, ഇവിടെ ഈ ക്രൂശിക്കപ്പെടുന്നത് ഈ പഴയ മനുഷ്യന്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഹോർമോണുകൾ കത്തുന്നുണ്ട്. കൊല്ലടാ, വെട്ടടാ, 2 വർത്താനം തിരിച്ചു പറയടാ, നിന്നെ അവൻ തോപ്പിക്കുന്ന കണ്ടില്ലടാ, നീ എന്തിനാ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത്, 2 വർത്താനം പറ, ദേ ആ ഭാര്യ നിന്നോട് പറയുന്ന കേട്ടില്ലേ, നീ ഭർത്താവ് തന്റെ ഉള്ളതാണ് 2 വർത്താനം പറയാന്നൊക്കെ പറയുന്ന അലറി വിളിക്കുന്ന ആ പ്രേരണകളും പ്രചോദനങ്ങളും ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷേ എന്തോ പറ്റുന്നറിയോ? ഇത് രണ്ടും കൂടെ കണക്ഷൻ ഇല്ല. ഇപ്പൊ മനസ്സ് ഇങ്ങോട്ട് തിരിയുന്നില്ല. മനസ്സ് ആത്മാവിന്റെ സന്തോഷത്തിൽ ഇരിക്കുക. അതുകൊണ്ട് തോറ്റു കൊടുക്കുമ്പോ ഒരു ഭയങ്കര സുഖ. ഈ മരണമാണ് നമ്മൾ യഥാർത്ഥം നടക്കുന്നത്. ഇപ്പൊ മൈൻഡ് ബിക്കംസ് അറ്റാച്ച്ഡ് ടു ദ സ്പിരിറ്റ്. ആ മനസ്സ് ആത്മാവിനോട് ചേർന്ന് വിശുദ്ധീകരണത്തിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ പ്രസംഗം കേൾക്കുമ്പോഴും നിങ്ങൾ എങ്ങോട്ടാ പോകുന്നറിയോ? ഇതിന്റെ മരണം ഏറ്റുപറയുക. എന്റെ പഴയ മനുഷ്യൻ മരിച്ചു, പാപ സംബന്ധമായി ഞാൻ മരിച്ചു. ദാറ്റ് ഗവൺമെന്റ് ഈസ് നോ മോർ വർക്കിംഗ്. പക്ഷെ ഇപ്പോ ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവിലേക്ക് തരുന്ന ആ റിച്ച് റിസോഴ്സ് വെച്ചാണ് ഇപ്പൊ എന്റെ മനസ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഭയങ്കരമായ പ്രതിസന്ധികളാണ്, പക്ഷെ മനസ്സ് സന്തോഷിക്കുക. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് രാജാവ്.
നിനക്ക് എന്താ വരണം ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ സന്തോഷിക്കുക, കർത്താവെ എന്റെ രാജാവിൽ ഞാൻ സന്തോഷിക്കും. അത് പുതിയ മനുഷ്യൻ. അപ്പൊ റെയിൻ ഓഫ് ഗ്രേസിൽ ദ ഓൾഡ് മാൻ ഹാസ് നോ പവർ. കൃപയാണ് വാഴുന്നത്. നമ്മുടെ ശക്തിയാൽ നടക്കുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ദൈവകൃപ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് എഫേർട്ട് എടുത്താലും ആ എഫേർട്ട് ഈ മനുഷ്യനെ ഉത്തേജിപ്പിക്കുകയുള്ളൂ. കാരണം ഞാൻ എന്ന് പറയുന്ന ഈ ഫാക്ടർ എപ്പോഴും ഉത്തേജിപ്പിക്കുന്ന ഈ പഴയ മനുഷ്യനെയാണ്. എന്നാൽ അത് മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ആത്മാവിന് സബ്മിറ്റഡ് ആവുക. പറയാണ് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്. ഇത് നമ്മൾ ഒരു കാര്യം കൊണ്ട് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കാറുണ്ട്. ഈ സ്പിരിറ്റ് ഗിവിംഗ് ലൈഫ്, ആത്മാവ് നമുക്ക് ജീവൻ തരുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാം വാക്യം ആദ്യം വായിക്കാം. ജോൺ ചാപ്റ്റർ 6 verse 53. ജോൺ ചാപ്റ്റർ 6 verse 53. അത് കർത്താവ് പറയാണ്, ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കാതെയും എന്റെ രക്തം പാനം ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ജീവനില്ല. 53. ഓക്കെ. അപ്പൊ ശിഷ്യന്മാർക്ക് ഇത് കേട്ട ഭയങ്കര വിഷമം തോന്നി. കർത്താവ് പറഞ്ഞ എന്താ? എന്റെ ശരീരം നിങ്ങൾ തിന്നണം, എന്റെ രക്തം നിങ്ങൾ കുടിക്കണം. ദാറ്റ് വാസ് ഹാർഡ് സേയിങ്. ആർക്കും മനസ്സിലാവാത്ത കാര്യമായിരുന്നു. കാരണം യഹൂദന്മാരോട് ഒരു മനുഷ്യന്റെ രക്തം കുടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അപ്പൊ 60-ാം വാക്യം വായിച്ച് ശിഷ്യന്മാർ കേട്ടപ്പോൾ ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ഓക്കെ, ആർക്കിത് കേൾക്കാൻ കഴിയുമെന്ന് ശിഷ്യന്മാർ ചോദിക്കുകയാണ് 60-ാമത്തെ വാക്യം. അപ്പൊ ശിഷ്യന്മാർക്ക് എല്ലാവരും അസ്വസ്ഥതയായി. കാരണം ഒരാൾ വന്ന് പറയാണ്, എന്റെ ഇറച്ചി തിന്നണം, എന്റെ രക്തം കുടിക്കണം, എനിക്ക് ജീവൻ ഉണ്ടാവും. അപ്പൊ ആകെ അങ്ങ് അലങ്കോലമായിപ്പോയി. കർത്താവിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഈ പുകഴ്ത്തി ഒന്നും പറയില്ല, ആൾക്കാരെ രസിപ്പിക്കാനൊന്നും പറയില്ല. ഒത്തിരി ആൾക്കാർ കൂടുമ്പോൾ കുറെ പേര് പിരിച്ചുവിടാനുള്ള ഒരു 5-6 വാക്യം പറയും. അപ്പൊ കുറെ പേരങ്ങ് പൊക്കോളും. ഈ ആൾക്കൂട്ടത്തെ ഒഴിവാക്കി ശിഷ്യന്മാരെ മാത്രം തിരഞ്ഞെടുക്കാൻ വേണ്ടി കർത്താവ് കാണിച്ച ഒരു പരിപാടിയാണ്. അത് എപ്പോഴും ഉണ്ട് കർത്താവ്. വലിയ ആൾക്കൂട്ടം അവൻ അനുഗമിച്ചു, അവൻ പിന്നോട്ട് തിരിഞ്ഞ് അവരോട് പറഞ്ഞു തന്നു. അങ്ങനെ പറഞ്ഞു ഇവരെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. ആ ക്രൂശ് വന്നപ്പോ പിന്നെ കുറെ ആൾക്കാരുടെ പോയി. അപ്പൊ കർത്താവിന്റെ ഒരു അരിപ്പ പോലെയാ കർത്താവ് ശിഷ്യന്മാരെ എടുത്തോണ്ടിരുന്നത്. പോകുന്നവരെല്ലാം പോട്ടെ എന്നുള്ളത്. ഓക്കെ, അപ്പൊ വരുന്നവർ മാത്രം മതി. അപ്പൊ കർത്താവ് ഒരു കഠിന വാക്ക് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്റെ മാംസം തിന്നെ എന്റെ രക്തം കുടിക്കുകയും വേണം. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, ഇത് കഠിന വാക്ക്, എങ്ങനെ യഹൂദന്മാർ നിങ്ങൾ പ്രസംഗിക്കുന്നത്? അവർക്ക് ഭയങ്കര വെറുപ്പാവും. നമ്മളിപ്പോ അങ്ങനെയാ പ്രസംഗിക്കുന്നതൊക്കെ, ആൾക്കാർക്ക് ഇഷ്ടമാവും നോക്കിട്ടാ. ഇനിയിപ്പോ പാസ്റ്റർമാർ ചോദിക്കും അവിടുത്തെ ട്രെൻഡ് എന്താണ്? ട്രെൻഡ് അനുസരിച്ച് പ്രസംഗിക്കാൻ. എന്റെ ഒരു ഫ്രണ്ടിന്റെ ചർച്ചിൽ ഒരാൾ, അമേരിക്കൻ ഒരാൾ പ്രസംഗിക്കാൻ വേണ്ടി അവർ അവധിക്ക് വരുമ്പോൾ അവിടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ, അതനുസരിച്ച് ഒരു പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ദേ ആർ നോട്ട് സെർവൻസ് ഓഫ് ഗോഡ്, ദേ ആർ സെർവൻസ് ഓഫ് മെൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പ്രസംഗങ്ങൾ ദൈവത്തിൻ്റെതല്ല. ഓക്കെ, അപ്പോൾ കർത്താവ് ഒരിക്കലും അങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല. എന്താണോ പറയേണ്ടത് അത് പറയാൻ ഒരു മടിയും കർത്താവ് ഒരിക്കലും കാണിച്ചില്ല. ഒരു ഡിപ്ലോമസി അവിടെ ഉണ്ടായിരുന്നില്ല. പോകുന്നവർ പൊയ്ക്കോട്ടെ എന്ന് തന്നെ പറഞ്ഞു. 60-ാം വാക്യം ഇങ്ങനെയായിരുന്നു, ഇത് കഠിന വാക്ക്, ഇത് കേൾപ്പാൻ ആർക്ക് കഴിയും? 66 നോക്കി എന്താന്ന്? അതിന്റെ ശേഷം അവന്റെ ശിഷ്യന്മാർ പലരും അവനെ വിട്ടുപോയി, പിന്നെ അവർ അവനെ അനുഗമിച്ചില്ല. കഠിനവാക്ക് പറഞ്ഞ. അപ്പൊ ഞാൻ ഈ കാര്യം ഒരു പ്രസംഗത്തിന് മധ്യത്തില് ഓഡിയൻസിനോട് ചോദിക്കുകയാണ്. ഇവിടെ അല്ല കേട്ടോ, നോർത്ത് ഇന്ത്യ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് കർത്താവിന്റെ മുമ്പിൽ അത്രയും പേര് പിരിഞ്ഞു പോയത്? എന്ത് മറുപടിയാണ് നമുക്ക് കിട്ടുന്നത്? കർത്താവ് കഠിന വാക്ക് പറയുന്നുണ്ട്, കർത്താവിന്റെ ടീച്ചിങ് കഠിനമാണ്, അപ്പൊ അത് അനുസരിക്കാൻ പ്രയാസമാണ്. ഇവിടെ രക്തം കുടിക്കണം, മാംസം തിന്നണം എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് ദാറ്റ് വാസ് വെരി ടഫ്. അതുകൊണ്ടാണ് അവർ ഇട്ടിട്ട് പോയത്. അങ്ങനെയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പറയാൻ തുടങ്ങി അവരോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് 63-ാം വാക്യം. 66-ലാണ് ഇട്ടിട്ട് പോകുന്നത്. 63 പറഞ്ഞിരിക്കുകയാണ്, ആത്മാവ് ജീവിപ്പിക്കുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഞാൻ മാംസവും രക്തം കുടിക്കുന്ന കാര്യമോ തിന്നുന്ന കാര്യമോ അല്ല പറഞ്ഞത്. ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദ ഫ്ലഷ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ആത്മാവ് ജീവൻ തരുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവുമാണ്, ജീവനുമാണ്.
അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ ഭക്ഷിക്കാൻ പറഞ്ഞ ഞാൻ വചനമാണ്. ആ വചനം ആത്മാവും, നിങ്ങൾക്ക് ജീവൻ തരുന്ന ആത്മാവാണ്. അത് കേട്ടപ്പോഴായ ശിശുമാര് പോയത്. അതെന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അപ്പൊ സ്റ്റേജിൽ നിന്നൊരു ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് ഉത്തരം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്ന വേറൊരു ഉദ്ദേശം ഉണ്ടല്ലോ, വേറൊരു വാക്യം. ഒരു കഠിനവാക്കല്ല പറഞ്ഞേക്കുന്നത്. ആത്മാവ് വരും എന്നാ പറഞ്ഞേക്കുന്നത്. അത് നമുക്കെല്ലാം നല്ല വാർത്തയല്ലേ. നമ്മൾ ആത്മാവ് വരും എന്ന് പറഞ്ഞാൽ എന്തോന്ന് സന്തോഷം നമുക്ക്. പക്ഷെ അവർ ആത്മാവ് വരും എന്ന് പറഞ്ഞാൽ വിട്ടിട്ട് പോയാൽ എനിക്കിത് എന്ത് ചെയ്തിട്ടും പിടികിട്ടുന്നില്ല. ഇതെന്താ സംഭവം? സ്റ്റേജിലാട്ടോ, സ്റ്റേജിലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് മുമ്പിൽ ഇരുന്നോണ്ട് പറഞ്ഞു, നിങ്ങളൊരു പാട്ട് പാടുന്നു. എനിക്ക് ഉത്തരവില്ല. എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒരു മിനിറ്റ് സമയം വേണം, എനിക്കൊരു ഉത്തരം കിട്ടണം. അപ്പൊ ആൾക്കാർ പാടുന്നു, ഞാൻ കർത്താവിനോട് ചോദിക്കുക, വെള്ളം കുടിച്ചോണ്ടാ. കർത്താവ്, എന്താ ഇതിന്റെ അർത്ഥം? എന്തിനാ അവരിട്ടിട്ട് പോയത്? നീ പറഞ്ഞതിനകത്ത് വേദന ഉണ്ടാക്കുന്ന എന്താ ഉള്ളത്? ആത്മാവ് വരുന്നെന്ന് പറയുന്നതിനകത്ത് എന്താ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? വാട്ട്സ് ദ പ്രോബ്ലം ദെയർ? പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു കർത്താവിന്റെ ശബ്ദം. ഇത് സംഭവിക്കുന്ന 2009 നവംബർ അവസാന. ഈ ഒരു സംഭവത്തോടു കൂടിയാണ് ഞാൻ ഈ ജീവനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ആ ഒരു ഓൺ സ്റ്റേജ് ക്രൈസിസ്, ആ ക്രൈസിസിലൂടെയാണ് എന്റെ ജീവിതവും പ്രസംഗവും എല്ലാം മാറിപ്പോയത്. അതുവരെ ഞാൻ 5-4 പോയിന്റുകളൊക്കെ വെച്ച് നല്ല പ്രസംഗം ഉണ്ടാക്കാൻ നടന്ന ആളാണ്. ബട്ട് ഗോഡ് ബ്രോക്ക് മീ ടു പീസസ് ഓൺ ദാറ്റ് സ്റ്റേജ്. ഇപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, മാംസം കൊണ്ട് ഒരു കാര്യമില്ല. നീ പ്രസംഗിക്കുന്നു, പാടുന്നില്ല, സഞ്ചരിച്ച് നടക്കുന്നു, സൂചകം പറയുന്നു, പ്രാർത്ഥിക്കുന്നു, ഒത്തിരി പണികൾ ചെയ്യുന്നു, ഫ്ലഷിലാ ചെയ്യുന്നേ, ഒരു പ്രയോജനമില്ല. നീ മരിക്കും. ഫ്ലഷ് പ്രോഫിറ്റ്സ്. ജഡം, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഈ മാംസത്തിൽ ഒത്തിരി പണികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റേജിലായിട്ടോ ഈ സംസാരം നടക്കുന്നത്. അപ്പൊ എന്റെ ഉള്ളിലേക്ക് ഒരു ഭയം വന്നു, ഞാൻ മരിക്കുമോ? ഞാൻ ഫ്ലഷിലാണോ ചെയ്യുന്നത്? വിൽ ഐ ഡൈ? അപ്പോ കർത്താവിന്റെ ശബ്ദം എന്റെ ഉള്ളിൽ ആശ്വാസമായിട്ട് വന്നു. ഇതൊരു നിമിഷം കൊണ്ട് നടക്കും കേട്ടോ. ഇതിങ്ങനെ ഞാൻ പറയുന്നതിൽ സമയം എടുക്കുന്നൊന്നുമില്ല. കർത്താവിന്റെ വചനം എന്റെ ഉള്ളിലേക്ക് ആശ്വാസമായിട്ട് വന്നു. നീ വിഷമിക്കണ്ട, നീ മരിക്കില്ല, കാരണം നിന്റെ സ്ഥാനത്ത് ഞാൻ മരിച്ചു. ഡെത്ത് ഈസ് ഡൺ. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ആശ്വാസമായി. കർത്താവെ താങ്ക് യു. അപ്പൊ പിന്നെ ഇതിനാ ആൾക്കാർ പിരിഞ്ഞു പോയത്? കർത്താവ് മരിക്കുമല്ലോ എനിക്ക് വേണ്ടി. അപ്പൊ പിന്നെ ആൾക്കാർക്ക് എന്തിനാ പേടിക്കുന്നതിനാ? എന്തിനാ അവർ ഇട്ടിട്ട് പോകുന്നത്? അപ്പൊ അതിന്റെ അടുത്ത ശബ്ദം എന്റെ ഉള്ളിൽ വന്ന് ഇങ്ങനെയാണ്, ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പൊ നമുക്കൊരു ജീവൻ വരും. ആ ജീവൻ ആത്മാവ് തരുന്ന ജീവനാ. അത് ഭയപ്പെടുത്താനുള്ള ഒന്ന് അതിനകത്തുണ്ട്. ഒരു കാര്യമുണ്ട്, എന്തെന്നറിയോ? എന്റെ മരണം നീ പോകാൻ കാരണം യേശുക്രിസ്തു എനിക്ക് പകരം കാൽവരി ക്രൂശിൽ മരിച്ചത്. അതാ കാരണം. ഹി ഡൈഡ് ഇൻ മൈ പ്ലേസ്. ഇപ്പൊ കർത്താവ് എന്നോട് പറയുക, എന്റെ ആത്മാവ് ഞാൻ നിനക്ക് തരുന്നത് എന്തിനാണെന്നറിയാം? യു ലിവ് ഇൻ മൈ പ്ലേസ്. മരിക്കേണ്ടത് നീയായിരുന്നു, ഞാൻ നിന്റെ സ്ഥാനത്ത് മരിച്ചു. ജീവിക്കേണ്ടത് ഞാനാണ്. അത് എന്റെ ആത്മാവിനെ ഞാൻ നിനക്ക് തരാം. നീ പുത്രന്റെ ജീവൻ ജീവിക്കും. യു ആർ എ സൺ, ലിവ് മൈ ലൈഫ്. അപ്പൊ നമുക്ക് വരുന്ന ജീവൻ ആരുടെ ജീവനാണ്? ക്രിസ്തുവിന്റെ ജീവനാണ്. എക്സ്ചേഞ്ച്ഡ് ലൈഫ്. അവന്റെ ജീവൻ നമുക്ക്, നമ്മുടെ പാപം അവന്, അവന്റെ ആത്മാവിനാൽ അവന്റെ ജീവൻ. അപ്പൊ പ്രശ്നം ഇതാണ്, നിങ്ങൾക്ക് പുത്രന്റെ ജീവൻ വേണം. ഇതാ ചോദ്യം. പുത്രന്റെ അനുഗ്രഹം വേണം. പുത്രന്റെ ജീവൻ വേണം, അവൻ ജീവിച്ച ജീവിതം. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പാസ്റ്റർ? എനിക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹ, പക്ഷെ അവൻ ജീവിച്ച ജീവിതം എന്നെ കൊണ്ട് വേണ്ട. ഐ ഡോണ്ട് ലവ് ഇറ്റ്. ഐ ലൈക്ക് ക്രൈസ്റ്റ്, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ദ വേ ഹി ലിവ്ഡ്. ആ ലൈഫ് എനിക്ക് വേണ്ട. എനിക്കൊരു പിണറായി വിജയന്റെ ലൈഫോ, വല്ല പാട്ടുകാരന്റെ, വല്ല സിനിമാക്കാരന്റെ, വല്ല ക്രിക്കറ്റ് താരത്തിന്റെ ഒക്കെ ലൈഫ് കിട്ടുവാണെങ്കിൽ എൻജോയ് ചെയ്ത് ജീവിക്കാം. ക്രൈസ്റ്റ് ലൈഫ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഒരു കല്യാണം പോലും കഴിക്കാത്ത കർത്താവിന്റെ ജീവൻ എന്ത് സന്തോഷം ഉണ്ടെന്നേ പാസ്റ്റർ പറയുന്നുണ്ട്. കല്യാണം കഴിക്കാത്ത ആളാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു കർത്താവ് കല്യാണം കഴിക്കുന്നുണ്ട്.
നമ്മളെ പോലെ ഒരു ഗുണമില്ലാത്ത, അനുസരണമില്ലാത്ത, തമ്മിത്തല്ലികളായ, വഴക്കാളികളായ ഭാര്യ, അതോളൂ കുഴപ്പം. കർത്താവിന് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തത്. സോ ദർ ഈസ് സംതിങ് ലൈക്ക് എ മാരേജ്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവിന്റെ സന്തോഷം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു ശബ്ദം പിതാവിൽ ഇങ്ങനെ കേൾക്കുക, നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിക്കുന്നു, ഇതാണ് ലൈഫ് എന്ന് പിതാവ് മുകളിൽ നിന്ന് പറയുന്നൊന്ന് കേട്ടാൽ ഈ ലോകത്തെ ധാന്യവും വീഞ്ഞും വർദ്ധിക്കുന്നതിൽ ഭയങ്കര സന്തോഷമായിട്ടായിരിക്കും നമ്മൾ ഉറങ്ങുന്നത്. അതായിരുന്നു കർത്താവിന്റെ എക്സൈറ്റ്മെന്റ്, എൻജോയ്മെന്റ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് പ്രവചനം കേൾക്കുന്നത് 1996 1996 പെന്തക്കോസ്റ്റൽ പ്രവചനം കേൾക്കും. സ്നാനപ്പെട്ട ശേഷം അല്ല, സ്നാനപ്പെടുന്നതിന് മുമ്പാണ്. 1996 മെയ്യിലാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അന്ന് ഉച്ചയ്ക്ക് എന്റെ അനിയൻ, പുള്ളി ഇപ്പോഴും വിശ്വാസിയല്ല, ഈ പാസ്റ്റർ പ്രസംഗം കേൾക്കാൻ വേണ്ടി പോയി. അപ്പം ഇദ്ദേഹം എന്റെ അനിയനോട് പ്രവചിച്ച ഭയങ്കര കറക്റ്റ് ആയിരുന്നു. അപ്പൊ പുള്ളി ഭയങ്കര ഞെട്ടലോട് കൂടിയൊക്കെയാണ് വന്നത്. ഞെട്ടിയിട്ടൊന്നും കാര്യമില്ല, വിശ്വാസത്തിലൊന്നും നിൽക്കുകയല്ല, ഞെട്ടി നിർത്തുന്നു. അപ്പൊ എന്നോടൊന്ന് പറഞ്ഞു, ഭയങ്കര പ്രവാചകനാണ്, ഭയങ്കര ട്രൂത്താണ് പുള്ളി പറയുന്നത്, ഒന്ന് പോയി കേൾക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഉള്ളിൽ പേടിയുണ്ട്, കാരണം പാപം ഒത്തിരി ഉള്ളിൽ ഇരിപ്പുണ്ടല്ലോ. ഇതെല്ലാം പുള്ളി വിളിച്ചു പറയുന്നൊരു പേടി എനിക്കുണ്ട്. പക്ഷെ പേടിയൊക്കെ അടക്കി വെച്ച് ഞാൻ നീതിമാനാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ഞാൻ ധൈര്യമായിട്ട് പോയിരിക്കുക. പൊളിഞ്ഞു. അന്നൊക്കെ ഭയങ്കര പേടിയുണ്ട് ഈ പാസ്റ്റർമാരെ, പ്രവാചകന്മാരെയൊക്കെ. ഇന്നില്ല. ഇന്ന് നമുക്കറിയാം ഇവര് നമ്മളെ പുകഴ്ത്തി പറയാൻ വേണ്ടിയും നന്മ പ്രവചിക്കാൻ വേണ്ടിയാ വരുന്നത്. അതുകൊണ്ട് ആർക്കും ഇന്ന് പേടിയൊന്നുമില്ല. നല്ല പാപം ചെയ്തിട്ട് പ്രവാചകന്റെ അടുത്ത് പോയി ഇരിക്കാൻ ഒരു ധൈര്യക്കുറവില്ല. കാരണം അടുത്ത ആഴ്ചത്തെ വിടുതലിനെ കുറിച്ച് പ്രവാചകൻ പറയുള്ളൂ നമുക്കറിയാം. ഇന്നത്തെ സ്റ്റാൻഡേർഡ് അതാണ്. അപ്പൊ ഈ പുള്ളി വന്ന് പ്രസംഗം തുടങ്ങിയപ്പോ എന്നോട് ഓഡിയൻസിനോട് പറയുക, ഇന്ന് ഞാൻ പ്രവചിക്കുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു നിയോഗമില്ല, ഞാൻ അതുകൊണ്ട് ഇന്നൊരു പ്രസംഗം പറയുന്നുള്ളൂ. എനിക്ക് ആകെ സന്തോഷവും തോന്നി, ആശ്വാസവും തോന്നി, സങ്കടവും തോന്നി. പക്ഷെ പ്രസംഗം ഒരു പകുതിയായപ്പോൾ പുള്ളി എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിന്നെ ബഹുജാതികളുടെ ഇടയിൽ സുവിശേഷ വേലയ്ക്ക് മിഷണറി ആയിട്ട് ഞാനും സ്ഥാനപ്പെട്ടൊന്നുമില്ല. എന്റെ ഉള്ളിലുണ്ടായ സന്തോഷം, സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാ സന്തോഷം ഉണ്ടായെന്നറിയോ? ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയൊന്നുമില്ല അന്നേരം ഒന്നും. പക്ഷെ ദൈവം എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുവാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കുമെന്ന് എനിക്കൊരു ചിന്ത പോലും ഇല്ല. അവന്റെ മുമ്പിൽ ഞാൻ പെട്ടുപോയാൽ തീർന്നു എന്നാ ഞാൻ വിചാരിച്ചിരുന്നു. ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പോഴാ ഞാൻ ഈ ശബ്ദം കേൾക്കുന്നത്, കർത്താവിന് എന്നോട് നല്ലത് പറയാനുണ്ട്, ഹി അപ്രൂവ്സ് മീ, ഹി ലൈക്സ് മീ എന്ന് എന്റെ ഉള്ളിലൊരു ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ദൈവം എല്ലാ ദിവസവും വന്നിട്ട് പറയാണ്, നിന്റെ ജീവിതം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓഹ് മൈ ഗോഡ്, അതിൽ കൂടുതൽ എന്നാ വേണ്ടത്? കർത്താവിന്റെ ലൈഫിന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്, ദാറ്റ്സ് ദ ഓൺലി ലൈഫ് വിച്ച് വൺ ദ ഫാദേഴ്സ് അപ്രൂവൽ. പിതാവിന്റെ ഇഷ്ടം വാങ്ങിയെടുത്ത, മെറിറ്റിൽ വാങ്ങിയെടുത്ത ഒരേ ഒരു ലൈഫ്, അത് കർത്താവിന്റെ ലൈഫായിരുന്നു. ആ ലൈഫാണ് നമ്മളോടുള്ള പ്രോമിസ്. That life is promised to us. It's a huge promise, precious. നമ്മുടെ പ്രോമിസ് സ്വർഗമല്ല. നമ്മുടെ പ്രോമിസ് എന്ന് പറഞ്ഞാൽ പിതാവിന്റെ അപ്രൂവലുള്ള ക്രിസ്തുവിന്റെ ലൈഫാ. ആർക്ക് വേണം? അത് കേട്ടിട്ട് ആൾക്കാർ ഇട്ടിട്ട് പോയത്. അവർക്ക് തിന്നാൻ പറ്റുന്ന അപ്പം മാത്രം മതിയായിരുന്നു. ജീവൻ പ്രാപിക്കുന്ന സ്വർഗത്തിൽ നിന്നുള്ള അപ്പം വേണ്ടായിരുന്നു. ആത്മാവ് വരുമ്പോൾ ക്രിസ്തുവിന്റെ ജീവനാ വരുന്നതെന്ന് അറിയാൻ വയ്യാത്തവരാ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ വലിയൊരു പങ്ക്. സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. ദാറ്റ്സ് an exchanged life. Christ exchanges his life to us. Life of a son. പുത്രന്റെ ജീവൻ അവന്റെ ആത്മാവിലൂടെ നമ്മളിലേക്ക് പകരുന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് അവന്റെ ശരീരം നമുക്ക് നൽകുക എന്ന് പറയുന്നത്. It's not about physical flesh. It's about the spirit giving us the life of Christ. ഇതാണ് ജീവന്റെ പുതുക്കത്തിലുള്ള നടപ്പ്. യഥാർത്ഥത്തിൽ യേശുവിന് മാത്രമേ ലൈഫ് ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഇമിറ്റേഷനാണ്. യോഹന്നാന്റെ സുവിശേഷം 1:4. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു,
ഇൻ ഹിം വാസ് ലൈഫ്. യോഹന്നാൻ എഴുതുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു 60 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാ, കർത്താവിന്റെ മരണത്തിന് ശേഷം യോഹന്നാൻ എഴുതാണ് ഇൻ ഹിം വാസ് ലൈഫ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. നിസ്സാര കാര്യമല്ല അവിടെ. യോഹന്നാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്, 60 വർഷം മുമ്പ് ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ പരിചയപ്പെടുത്തുന്നേ. ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം ഫ്ലൈറ്റിൽ പോകുമ്പോൾ എൻ്റെ അടുത്തൊരാൾ വന്നിരുന്നായിരുന്നു. അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. ഞെട്ടിയോ? ആരും ഞെട്ടില്ല. അയാൾക്ക് ജീവൻ ഇല്ലായിരുന്നു, അപ്പൊ ഞെട്ടും. പക്ഷെ യോഹന്നാൻ ശിഷ്യന്മാരെ എങ്ങനെ ഞെട്ടിക്കുന്നറിയോ? ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. ഉടനെ ശിഷ്യന്മാർ ചോദിച്ചു കാണുമായിരിക്കും ഇത് വായിച്ചിട്ട്, എന്താ യോഹന്നാൻ അങ്ങനെ പറഞ്ഞു? നമുക്ക് അപ്പൊ കർത്താവ് പറയാ, ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളും അതിനെ പിടിച്ചടക്കി. മീൻസ് നമ്മൾ യേശുവിന്റെ ജീവൻ ഉണ്ടെങ്കിൽ അത് ഇരുട്ടുള്ളിടത്ത് കൂടുതൽ കത്തും. കാരണം വെളിച്ചത്തിന്റെ സ്വഭാവം ഇരുട്ടിൽ പ്രകാശിക്കുക എന്നുള്ളതാണ്. എതിർപ്പുകൾ വർദ്ധിക്കുമ്പോൾ, ഒരാൾ നമ്മളെ കൂടുതൽ വെറുക്കുമ്പോൾ, അവിടെ ഇത് കൂടുതൽ ജ്വലിക്കും. യേശുവിന്റെ സ്നേഹമാണെങ്കിൽ. കാരണം ഇരുട്ട് വർദ്ധിക്കും തോറും പ്രകാശത്തിന്റെ ഇമ്പാക്ട് കൂടുതലായി. അതാണ് യഥാർത്ഥ ജീവന്റെ ലക്ഷണം. നമ്മൾ നല്ല ഇരുട്ടത്തെ കറണ്ട് പോയ മൊബൈൽ ഫോണിന്റെ വെളിച്ചം മതി നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ. പക്ഷെ സൂര്യപ്രകാശം ഉള്ളപ്പോൾ ഈ മൊബൈലിന്റെ വെളിച്ചം നമ്മൾ ശ്രദ്ധിക്കത്ത പോലില്ല. അതുപോലെ ഇരുട്ട് കൂടുന്തോറും, നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ വാച്ചൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നു ചില സമയത്ത്. അപ്പൊ നിങ്ങൾ ഇരുട്ടത്ത് പോയി നോക്കും, ഇതിനകത്ത് റേഡിയോ ഉണ്ടോ, കത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇറേഡിയൻ മെറ്റീരിയൽ ഉണ്ടോ എന്ന് നോക്കും. നമ്മൾ അകത്ത് പോയിരുന്ന ഇങ്ങനെ ഇരുട്ടത്ത് കൊണ്ട് വെച്ച് നോക്കും, ഇതിനകത്ത് തിളങ്ങോ രാത്രിയില്. ചെയ്തിട്ടില്ല? നിങ്ങൾ എവിടെയും തലയാട്ടിയാൽ എനിക്ക് കാണാൻ കേട്ടോ. എനിക്കെന്നെ കണ്ട് സംസാരിക്കുന്ന ഇഷ്ടം. അപ്പൊ അത് നോക്കുന്നത് എന്താണെന്നറിയോ? ശരിക്കും വെളിച്ചം ഉള്ളതാണോ അതോ ഇല്ലയോ? അത് നോക്കണമെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ഈ റോഡിൽ കൂടെ, കേരളത്തിലെ റോഡിൽ കൂടെ പോകുമ്പം, ഗൾഫിലുണ്ടോന്ന് എനിക്കറിയാം, ഇല്ലെന്ന് തോന്നുന്നു. കേരളത്തിലെ റോഡിൽ കൂടെ പോകുമ്പോൾ ഈ റോഡിന്റെ 2 സൈഡിലും നടുക്കുമൊക്കെ ഈ റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സ് വെച്ചേക്കുന്നതാണ്. ഭയങ്കര തിളക്കമല്ലേ. അപ്പൊ അത് ശരിക്കും അതിനകത്ത് നിന്ന് തന്നെ വരുന്ന വെളിച്ചമാണോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ മതി, അന്നേരം അറിയാം അത് അതിനകത്ത് നിന്ന് വന്ന വെളിച്ചമാണോ നമ്മുടെ വെളിച്ചമാണോ. അപ്പൊ യേശു ക്രിസ്തുവിൽ ജീവൻ വെളിച്ചമായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആയിരുന്നു, ക്രൂശിൽ കൂരിട്ടായിരുന്നു, പക്ഷെ ലൈറ്റ് നല്ലപോലെ കത്തുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഇരുട്ട് വന്നാൽ പിന്നെ നമ്മൾ ഓഫാക്കി വെക്കും. അവൻ എന്നെ നോക്കി കളിയാക്കി ചിരിച്ച പിന്നെ ഞാൻ എന്തിനാ അവനെ നോക്കി സന്തോഷിക്കാം? എന്നോ വയ്യ, അവൻ ഇരുട്ടാണ് ഞാനും ഇരുട്ടാ, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് വെളിച്ചമൊന്നുമില്ല. ദിസ് ഈസ് അവർ ലൈഫ്. ഇതൊരു ഇമിറ്റേഷനാണ്. ആരെങ്കിലും വെളിച്ചൊടിച്ച് കാണിച്ചാൽ ഞാനും വെളിച്ചൊടിച്ച് കാണിക്കും, ചന്ദ്രനെ പോലെ. നോട്ട് ദ റിയൽ ലൈറ്റ്. സൂര്യനപ്പുറത്തുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി വെളിച്ചം കാണിക്കാം. അയാൾ എന്നോട് അങ്ങനെ പെരുമാറിയോണ്ടാ ഞാൻ ഇങ്ങനെ പെരുമാറിയത്. ദാറ്റ് മീൻസ് ഹി ഡിഡ് നോട്ട് ഷോ യു ലൈറ്റ്, യു ഡോണ്ട് ഹാവ് ലൈറ്റ്. ആ ലൈഫാണ് നമ്മുടെ ലൈഫ്. ഇതൊരു പ്രിറ്റൻഷനാണ്. പക്ഷെ കർത്താവിന്റെ വെളിച്ചം അങ്ങനെയല്ല, പെർഫെക്റ്റ് ലൈറ്റ്. അതാണ് ജീവൻ. ആ ജീവനാണ് നമ്മളിലേക്ക് കർത്താവ് തരുന്നത്. അതേ റിഫ്ലക്ഷൻ, അതേ ലൈറ്റ്. അത് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവന്റെ തേജസ്സിനെ കണ്ണാടിയിൽ കാണുന്ന പോലെ പ്രതിഫലിപ്പിക്കാൻ പറ്റുമെന്ന്. അതുപോലത്തെ തേജസ്സാണ്, ആ ലൈറ്റാണ് അവൻ നമുക്ക് തരുന്നത്. സോ അപ്പൊ ക്രിസ്തുവിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ വെരി വെരി റിച്ച് എക്സ്പീരിയൻസ്. അത് അനുഭവിക്കണമെങ്കിൽ ഈ പഴയതിനെ നമ്മൾ വെറുക്കണം. ദാറ്റ് ഹാസ് ടു ബി കാസ്റ്റ് ടു ദ ക്രോസ് ഇൻ ഫെയ്ത്ത്. നമ്മൾ ക്രൂശിക്കൊന്നും വേണ്ട, ദാറ്റ് ഈസ് ഡൺ, ഓൾറെഡി ഡൺ. പക്ഷെ വിശ്വാസം ആ മരണത്തെ വിശ്വസിപ്പിക്കണം. നമ്മുടെ ഹൃദയത്തിൽ അതൊരു ഫാക്റ്റ് ആയിട്ട് വരണം. വി ഷുഡ് കൗണ്ട് ourselves dead. That flesh wall broken, that government upset. അതാണ് നമ്മൾ ആ ഒരു ഗവൺമെന്റ് തകരുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഇത്തിരി മുമ്പ് ആ പിക്ചറിലൂടെ കണ്ടത്. ഈ ഗവൺമെന്റ് തകർന്നു കഴിഞ്ഞാൽ ദിസ് സിൻ കനോട്ട് റൂൾ ഓവർ അസ്. നമ്മുടെ മേൽ പാപത്തിന് ഭരിക്കാൻ കഴിയുകയില്ല. ആ ഒരു അവസ്ഥയാണ് കൃപ വാഴുന്ന അവസ്ഥ. അവന്റെ ലൈഫിന്റെ കൃപ. കൃപ എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ട്, അത് മറന്നു പോരുത്. കൃപ എന്ന് കേൾക്കുമ്പോൾ അതെല്ലാം ഓർമ്മ വരണം. When grace is reigning, we are becoming like Christ each day. അതിനെയാണ് reign of
ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ ഗ്രേസുകാർ റെയിൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തിനാ പറയുന്നത്? കൃപയുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ രാജാക്കന്മാരെ പോലെ ഇവിടുത്തെ സുഖം അനുസരിച്ച് വാഴാം. രോഗമില്ലാതെ, ദുഃഖമില്ലാതെ, ഇഷ്ടംപോലെ പണമായിട്ട് സുഖമായി വാഴാം. ഇതാണ് അവർ പറയുന്ന വാഴ്ച. എന്നാൽ വേദപുസ്തകം പറയുന്നത് വാഴ്ചയല്ല. എന്തിന്റെ നടുവിലായാലും ക്രിസ്തുവിന്റെ ജീവൻ വാഴുക. അത് എന്നാൽ വരുന്നതല്ല, ആത്മാവിനാൽ വരുന്നത്, ക്രൂശിലൂടെ വരുന്നതാണ്. അപ്പൊ ആ വാഴ്ച എന്ന് പറയുന്നത് കർത്താവിന്റെ ജീവൻ നമ്മളിൽ വാഴുന്ന, മരണത്തിന് പകരം. നേരത്തെ മരണമാണ് വാണുകൊണ്ടിരുന്നത്, ഇപ്പൊ നമ്മൾ വാഴുന്നത് ജീവനാണ്. ആ വാഴ്ചയാണ് കൃപയുടെ വാഴ്ച എന്ന് പറയുന്നത്. ദാറ്റ്സ് നോട്ട് ഡൺ ബൈ അവർ മെറിറ്റ്, ബട്ട് ദാറ്റ് ഈസ് എ ഗിഫ്റ്റ് ബൈ ഗോഡ്. ക്രിസ്തുവിന്റെ ജീവൻ നമുക്കൊരു ദൈവിക ദാനമാണ്. അതുകൊണ്ടാണ് രക്ഷ ദൈവത്തിന്റെ ദാനമാണെന്ന് പറയുന്നത്. അപ്പൊ സാൽവേഷൻ എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകുന്ന അല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് ഫിക്സ്ഡ് ആയിട്ട് വരാൻ വേണ്ടി. സാൽവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലിവിങ് ആൻഡ് കംപ്ലീറ്റിംഗ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ എപ്പോഴും ഇംപെർഫെക്റ്റ് ആയിരിക്കും, മരിക്കുന്ന ലാസ്റ്റ് മൊമെന്റ് വരെ ഇംപെർഫെക്റ്റ് ആയിരിക്കുള്ളൂ. പക്ഷെ ഇൻ ഫെയ്ത്ത് വി ബിക്കം കംപ്ലീറ്റ്. എന്റെ ഞരക്കത്തിലൂടെ എന്റെ ആ വിശ്വാസം എന്നെ തികവിലേക്ക് ഓടിച്ചുകൊണ്ടേയിരിക്കും. വി വിൽ സ്റ്റംബിൾ, പക്ഷെ കർത്താവിന്റെ കൃപ നമ്മളെ താങ്ങിക്കൊള്ളും. അത് എവിടെ താങ്ങുന്നറിയോ? ക്രിസ്തുവിനെ പോലുള്ള നടപ്പിലാ താങ്ങുന്നത്. When that sin is no more having dominion. Sin പുതിയ മനുഷ്യൻ ക്രിസ്തുവിനെ പോലെ ആകാനുള്ള സ്ട്രഗിളിൽ സ്റ്റംബിൾ ചെയ്യുമ്പോഴാണ് കൃപ നമ്മളെ താങ്ങുന്നത്. ആ കഷ്ടതയിലാണ് കൃപ നമുക്ക് ഒരു അംബ്രലയായിട്ട് വർക്ക് ചെയ്യുന്നത്. മോനെ വിഷമിക്കണ്ട, ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്ന ശബ്ദമാണ് കൃപയുടെ ശബ്ദം. Don't be disappointed. Don't stop running. I have held your hand. ഇതാണ് കൃപ നമ്മളോട് സംസാരിക്കുന്നത്. 14 വാക്യം അതാ പറയുന്നത്. 12, 13 വാക്യങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരാം. കാരണം അത് തന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 14 വാക്യം അല്ല 12, 13 വായിച്ചേക്കാം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് നീ വാഴരുത്. നിങ്ങൾ കാഴ്ചയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഫ്ലഷിനെ പ്രസാദിപ്പിക്കാൻ തോന്നും. അത് വാഴരുത്. ഷുഡ് നോട്ട് ഹാവ് ഡൊമിനിയൻ ഓവർ യു. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കും. ഈ ശരീരത്തിന് അവയവങ്ങൾക്ക് ഒരു തത്വമുണ്ട്. അവയവങ്ങളിൽ വരുന്ന ഒരു തത്വമുണ്ട്. അത് നമ്മളെ അടിമയാക്കാൻ ശക്തിയുള്ള തത്വമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഈ അവയവങ്ങളെ പിന്നെ ഈ അനീതിക്ക് കൊടുക്കരുത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കൊടുക്കരുത് പറഞ്ഞാൽ നടക്കുമെന്ന് ചോദിക്കും. നടക്കും. എങ്ങനെ നടക്കും? ഇൻ ഫെയ്ത്ത്. പോസിബിൾ ബൈ ഫെയ്ത്ത്. വി നെവർ ബിക്കം പെർഫെക്റ്റ്. പക്ഷെ വിശ്വാസം നമ്മളെ ക്രിസ്തുവിന്റെ പങ്കാളികളാക്കി മാറ്റും. വിശ്വാസം ഉണ്ടോ? അങ്ങനെ ആക്കുമെന്ന് ദൈവത്തിന് അങ്ങനെ ആക്കാൻ പറ്റും. ദാറ്റ് ഈസ് സാൽവേഷൻ. നിങ്ങളെ എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. ഡോണ്ട് സബ്മിറ്റ് ബിഫോർ സിൻ. Neither yield your members as instruments of unrighteousness. അനീതിക്ക് ആയുധമായി പാപം ചെയ്യാൻ തക്കവണ്ണം അതിനെ സമർപ്പിക്കരുത്. സമർപ്പിക്കാതെ എങ്ങനെ സമർപ്പിക്കാതിരിക്കുന്നത്? അടുത്ത വാക്യം. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി. ഡെഡ് എന്ന് എണ്ണുക എന്നുള്ളതാണ്. ഡെഡ്. അങ്ങനെയാണ് നമ്മൾ അനീതിയിൽ നിന്ന് പാപത്തിന് രക്ഷപ്പെടുന്നത്. മരിച്ചിട്ട് ജീവിക്കുന്നവരായി. നിങ്ങൾ ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം, നമ്മൾ തന്നെ ചോദ്യം, ആർ വി ഡെഡ് ഇൻ ക്രൈസ്റ്റ്? ക്രിസ്തുവിനോട് മരിച്ചിട്ടുണ്ടോ? ആ മരണം എൻജോയ് ചെയ്യുന്നുണ്ടോ? ഉറപ്പാണ് നിങ്ങൾ പുനരുത്ഥാനത്തിലേക്ക് നടന്നിരിക്കും. If you believe you died with Christ, you will also live in His glory. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരാകയാൽ. അപ്പൊ നമ്മൾ ആ പിക്ചറിലോട്ട് ഒന്നുകൂടെ നോക്കാം. ഈ ന്യായപ്രമാണം, ലോ ആൻഡ് സിൻ, ഇതായിരുന്നു നേരത്തെ നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഇപ്പോൾ അതിന് അധീനരല്ല. ഓൾഡ് മാൻ മരിച്ചു, സിൻ ഹാസ് നോ പവർ. അപ്പൊ നമ്മൾ ഇപ്പൊ ആരുടെ അധീനതയിലാണ്? യേശുവിന്റെ ലൈഫാണ് വാഴുന്നത്. ദ ലൈഫ് ഓഫ് ജീസസ്. ദ ലൈഫ് ഓഫ് ജീസസ്. ഇതാണ് ഇവിടെ വാഴുന്നത്. അത് പാപത്തിന് അതിന്മേൽ കർത്തൃത്വം ഇല്ല. അപ്പൊ നിങ്ങൾ കൃപയ്ക്ക് അധീനരാണെങ്കിൽ എന്തില്ല? നിയമത്തിനോ പാപത്തിനോ നമ്മുടെ മേൽ കർത്തൃത്വം ഇല്ല. ക്രിസ്തുവിന്റെ ജീവനാണ് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ആധാരം. ലൈഫ് ഓഫ് ജീസസ്, അതാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്രേ അധീനർ ആകയാൽ
പാപം എന്താണ്? പാപം ഏത് സൈഡില? ഈ സൈഡില. നിങ്ങളുടെ മേൽ ഇനി കർത്തൃത്വം നടത്തുകയില്ല. ഇറ്റ് കനോട്ട് ഹാവ് ഡൊമീനിയൻ ഓവർ യു. കാരണം എന്താ? നമ്മൾ ഒത്തിരി സിമ്പിൾ ആയിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ എങ്ങനെ പറയാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ, ഈ പാപം വാഴുന്നത് മരണത്തെ പേടിപ്പിച്ചോണ്ടാണ്, മരണം കാണിച്ച് പേടിപ്പിച്ചോണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഈ ലോകം പെട്ടെന്ന് തീർന്നു പോകുന്നുള്ള നമ്മുടെ ഉത്കണ്ഠയിൽ നിന്നാണ് നമ്മൾ ഈ ലോകത്തിലെ മോഹങ്ങളിൽ പെടുന്നതെന്ന്. പക്ഷെ ഇവിടെ മരണഭയം നീങ്ങിപ്പോയി നിത്യജീവന്റെ പ്രോമിസ് കിട്ടി കഴിയുമ്പോഴേക്കും ഈ പാപത്തിന് നമ്മൾ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റില്ല, മരണം പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റില്ല. ഈ സാധാരണ ഈ ലോകത്തിൽ ഒന്നും കാണിച്ച് പ്രലോഭിപ്പിക്കാൻ പറ്റില്ല. കാരണം ആ മരണത്തെ നമ്മൾ ഭയപ്പെടുന്നില്ല. അതുകൊണ്ടാണ് മരണഭയത്തിന് അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു. സ്ലേവറി ടു ദ ഫിയർ ഓഫ് ഡെത്ത്, അതാണ് പാപത്തിന്റെ ഒരു വലിയ ഇന്ധനം. ഫിയർ, ഫിയർ ആൻഡ് പ്ലഷർ, ഇത് രണ്ടുമാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ ആന്ധ്രയിൽ മിഷണറി ആയിരിക്കുമ്പോൾ ഞാനൊരു ബൈക്ക് ബുക്ക് ചെയ്തു, ബൈക്കിന് വേണ്ടി ബുക്ക് ചെയ്തു. ആ ബൈക്കിന് വേണ്ടി ബുക്ക് ചെയ്തപ്പോ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക, കർത്താവേ, ആ ബൈക്ക് വരുന്നതിന് മുമ്പ് എങ്ങാനും ഞാൻ മരിച്ചു പോയാൽ ആ ബൈക്കിലൊന്നും ഓടിക്കാൻ പറ്റില്ല. അവൻ മരിച്ചു പോകുന്ന ഒരു ചിന്ത ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മാക്സിമം എന്തെല്ലാമാണോ ജീവിതത്തിൽ അനുഭവിക്കാനുള്ളത് എല്ലാം ഒന്ന് അനുഭവിച്ചിട്ട് മരിക്കണം തോന്നും ചിലപ്പോൾ. പിന്നെ എനിക്ക് മനസ്സിലായത്, എന്റെ കർത്താവെ, മരണം എന്റെ മേൽ കർത്തൃത്വം നടത്തുവാണല്ലോ. അപ്പൊ മരണഭയം വന്നു കഴിയുമ്പോൾ നമുക്ക് ലോകത്തോട് ആസക്തി കൂടുക, കുറയുമല്ല. മരണഭയം. ഓക്കെ, അപ്പൊ പാപം നമ്മളിൽ കർത്തൃത്വം നടത്തിക്കൊണ്ടിരുന്ന മരണം വാഴുന്നത് കൊണ്ടാണ്. മരണം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ നിങ്ങളുടെ അത് കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമ്മുടെ ജീവിതം ഒരു ചോക്ലേറ്റ് പോലെയാണ്. ഈ ചോക്ലേറ്റ് ഏത് സമയം തീർന്നു നമുക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഈ ചോക്ലേറ്റ് മുറിയാതെ, കടിച്ചു പൊട്ടിക്കാതെ, അപ്പുറത്തെ ഇപ്പുറത്തേയും കവിളിലിട്ട് പല്ല് മുറിയാതെ നമ്മൾ സൂക്ഷിച്ച് ചവച്ചിറക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ ലൈഫ് എന്ന് ഒരൊറ്റ ചോക്ലേറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞ് എന്താവെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട്. പക്ഷെ ഒരു പ്രോമിസ് കിട്ടുവാണ്, ഈ ചോക്ലേറ്റ് തീർന്ന് ഇങ്ങോട്ട് വന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത രുചി കൂടി വരുന്ന ഒരു ചോക്ലേറ്റ് നിനക്കായിട്ട് ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് കർത്താവ് പറയുന്ന കേട്ടാൽ പിന്നെ ഈ ചോക്ലേറ്റ് തീർന്നാലും നമുക്ക് വലിയ പേടിയൊന്നും. അപ്പൊ മരണഭയം അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം വലിയ കാര്യമല്ലാതെ വരും. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. ഫിയർ ഓഫ് ഡെത്ത്, മരിക്കാൻ പേടിയില്ലാത്തവന് ക്രിസ്തുവിന്റെ കാരണത്താൽ, ബിക്കോസ് ഓഫ് ഹിസ് റിസറക്ഷൻ, അവന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നതിനാൽ മരണത്തെ പേടിയില്ലാത്തവന് പാപത്തിന് അവന്റെ മേൽ കർത്തൃത്വം നടത്താൻ പറ്റത്തില്ല. ഈസ് ഡെലിവേർഡ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ, നിങ്ങൾ പാപസംബന്ധമായി നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് ആയുധങ്ങളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തില്ല. കാരണം എന്താ? പാപത്തിന് കർത്തൃത്വം നടത്താനുള്ള സാധനം മരിച്ചുപോയി, ചത്തുപോയി. ഐ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്. ഞാൻ ഈ മരണത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 2 ഇല്ലസ്ട്രേഷൻസ് പറയാം. അപ്പൊ അവരോട് നമുക്ക് ഈ സെഷൻ മിക്കവാറും അവസാനിക്കുമായിരിക്കും. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു ഡോക്ടർ, എക്സാമ്പിൾ നമ്പർ 1 കേട്ടോ. അപ്പൊ ഈ ഡോക്ടർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ചേച്ചേ, എനിക്കൊരു വലിയ കഷ്ടമുണ്ട്, സങ്കടമുണ്ട്. ഞാൻ എന്താണ്? അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എപ്പോഴും ഒരു അറ്റൻഡറുമായിട്ടൊരു പ്രശ്നമുണ്ട്. എപ്പോഴല്ല, ഒരു പ്രശ്നം ഉണ്ടായി. അതായത് അറ്റൻഡർ ഒരു ദിവസം ഡോക്ടറുടെ അടുത്ത് പൈസ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും പൈസ തരാമോ ഡോക്ടർ? എന്റെ കയ്യിൽ കാശൊന്നുമില്ല. അപ്പൊ ഡോക്ടർ പേഴ്സ് തുറന്നു നോക്കിയപ്പോ, ബാഗ് തുറന്നപ്പോ അതിനകത്ത് 2500 രൂപ എടുത്തു കൊടുത്തു. കൊണ്ടുപോകോളാൻ പറഞ്ഞു. തിരിച്ചൊന്നും ചോദിച്ചൊന്നുമില്ല, ജസ്റ്റ് എടുത്തോളാം. പിറ്റേ ദിവസം പുള്ളി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഭയങ്കര തിരക്കോ, ഹോസ്പിറ്റൽ ഭയങ്കര തിരക്ക്. അപ്പൊ ഈ ഡോക്ടർ അറ്റൻഡറെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരു സഹായം ചെയ്തു തരാമോ? ആ ഫാർമസിയിൽ പോയി 2 ടാബ്ലറ്റ്സ് ഒന്ന് എടുത്തോണ്ട് വരാം, ഇവർക്ക് അറിയത്തില്ല, ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാ, ഒന്ന് കൊണ്ടു തരാമോ എന്ന് ചോദിച്ചു. ഈ അറ്റൻഡർ പറഞ്ഞു, എനിക്ക് സൗകര്യമില്ല നിങ്ങൾ പറയുന്നത്. ഇന്നലെ പൈസ മേടിച്ചിട്ട് പോയത് എങ്ങനെ? നല്ല സ്നേഹമായിരുന്നു നേരം. എനിക്ക് ഒന്നാമത് ഒരു ഇത്തരം പണിയായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നോടാണ് ഇത് പറയുന്നത്, ഉപകാരം ചെയ്തത്. പേര് ഭയങ്കര സങ്കടം. 2-3 പ്രാവശ്യം പ്ലീഡ് ചെയ്തു. വളരെ ദേഷ്യപ്പെടുത്തൊന്നുമില്ല. പ്ലീസ് എന്ന് പറഞ്ഞു വിളിച്ചു. നോ വേ, പുള്ളി സമ്മതിക്കാം. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞാണ് ഇവർ എന്നോട് പറയുന്നത്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങനെ വിളിക്കുന്നത്, നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പം
ആ ആള് വരുമ്പോ അയാളെ നോക്കി ചിരിക്കരുത്. പുള്ളിക്കാരി പറഞ്ഞ ഞാൻ എല്ലാവരോടും രാവിലെ വിഷ് ചെയ്യും, ഗുഡ് മോർണിംഗ് പറഞ്ഞു പോകും, ആയാലും ആറമ്മ ആയാലും എല്ലാവരോടും ഒരുപോലെ വിഷ് ചെയ്തിട്ട് പോകും. പക്ഷെ ഇയാളെ കാണുമ്പോൾ മാത്രം ഞാൻ മുഖത്ത് നോക്കാതെ അങ്ങ് പോകുള്ളൂ. എനിക്ക് പറ്റുന്നില്ല അയാളെ സ്നേഹത്തോടെ നോക്കാൻ. ഞാൻ ഇന്ന് നന്നാവും. ഇതാണ് പുള്ളിക്കാരുടെ പ്രശ്നം. ഞാൻ പ്രശ്നം പറയാൻ മറന്നുപോയി. അപ്പൊ ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ചേച്ചി നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു കാരണവശാലും ആ അറ്റൻഡറെ നോക്കി ചിരിക്കരുത്. പുള്ളിക്കാരി എന്താ പറഞ്ഞ് ചിരിക്കരുത് എന്നാണ് പറഞ്ഞത്. അതെ, ചിരിക്കരുത്. എന്താ ചിരിച്ചാൽ എന്താ കുഴപ്പമെന്നറിയോ? ആ ചിരി അത്ര അങ്ങ് ഭംഗിയാവില്ല. കാരണം എന്താ, ഈ പുള്ളിക്കാരുടെ 2500 രൂപ മേടിച്ച് ഇവരെ ചീത്തയും പറഞ്ഞു പോയ ഒരാളെ നോക്കി ഈ സഹോദരി ചിരിച്ചാൽ ആ ചിരി ശരിയാവോ? ശരിയാവില്ല. കാരണം ചിരി ഒരു സൗജന്യമായിരിക്കും. അതായത് നീ എന്നോട് ഇത്രയും ചെയ്തിട്ടും ഞാൻ ചിരിച്ചു എന്നൊരു ഗമയം വരും. മാനസാന്തരം കൂടെ പോകും. ഇത്തിരി മാനസാന്തരം ഉണ്ട്, ഞാൻ ശരിയല്ല. പക്ഷെ ചിരിയും കൂടെ കഴിഞ്ഞ് ഉള്ള മാനസാന്തരം പോകുന്നു മാത്രമല്ല, ആ ചിരി ഒരു ഭംഗി ആവത്തില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ പുള്ളിക്കാരി പിന്നെ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നാളെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അയാളെ കാണുമ്പോൾ ദൂരേന്ന് കാണുമ്പോൾ ഇത്രയും വിശ്വസിച്ചാൽ മതി, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു. ബിലീവ് ഇറ്റ്. ഞാനില്ല. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ചീത്ത കേൾക്കുമ്പോ ടെൻഷൻ തോന്നേണ്ട ആൾ എന്ത് ചെയ്യും? ചത്തുപോയി. പുള്ളിക്കാരി നേരെ മുമ്പോട്ട് ചെന്നു, അടുത്ത് ചെന്നു, വിശ്വസിച്ചു, കർത്താവ് ഞാനല്ല ക്രിസ്തു അത്ര. നേരെ നോക്കിയത് പുള്ളിയുടെ മുഖത്തേക്ക്, ചിരിച്ചു, വർത്താനം പറഞ്ഞു, പുള്ളി സോറി പറഞ്ഞു, ഒരു സുവിശേഷം പറഞ്ഞു, അരമണിക്കൂറോളം സംസാരിച്ചിട്ട് വന്നു. എന്നോട് പറഞ്ഞു ഭയങ്കര സന്തോഷമായിട്ട്. ആരാ ചെയ്തത്? ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു, ക്രൈസ്റ്റ്. ദിസ് ഇസ് പോസിബിൾ. ഞാനല്ല, അവൻ ജീവിക്കുമ്പോൾ വി ആർ ഓൾവേസ് വിക്ടോറിയസ് ബിക്കോസ് വി ഡൈഡ് ഇൻ ഹിം. അപ്പൊ പാപം നമ്മുടെ മേൽ കർത്തൃത്വം ചെയ്യില്ല. When we are believing in that death and resurrection, sin cannot rule over us, reign over us. അവിടെ ദൈവത്തിന്റെ കൃപയാ. ആ സിസ്റ്ററുടെ മെറിറ്റ് അല്ല അത്, അത് ക്രിസ്തുവാ, അത് കൃപയാണ്. ആ കൃപയാണ് അവിടെ വാഴുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. പണ്ഡിറ്റ് വേദപ്രകാശ് എന്ന് പറഞ്ഞൊരു പ്രസംഗമുണ്ട് നോർത്ത് ഇന്ത്യ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരുന്നിരിക്കും. അവിടെ മരിച്ചുപോയെന്ന് എനിക്ക് അറിയത്തില്ല. 90 വയസ്സിന് മേലിലുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അത് ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റ് ഒരു സെക്രട്ടറിയാണ്. പുള്ളി ബ്രാഹ്മണനായിരുന്നു. പുള്ളിയുടെ ഭാര്യ ഒരു വിശ്വാസിയാണ്, ക്രിസ്ത്യനായിരുന്നു. പുള്ളിക്കാരന്റെ സ്വഭാവം ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും വീട്ടിൽ വന്ന ഭാര്യയ്ക്ക് നല്ല ഇടി കൊടുക്കും. അത് ക്രിസ്ത്യാനി ആയതല്ല, അങ്ങനെ സ്വഭാവമാണ്. ഓഫീസിലുള്ള പ്രഷർ എല്ലാം കൂടെ തിരിച്ചടിക്കാത്ത ഒരാളുടെ മേലിൽ തീർക്കാൻ വേണ്ടി ഈ ഭാര്യയെ തല്ലുമ്പോൾ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചല്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. തിരിച്ചല്ലെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ ഇന്നത്തെ കാലത്ത്. പക്ഷെ ഭർത്താക്കന്മാരുടെ ഒരു കോൺഫിഡൻസ് ഉള്ള ദേഷ്യം എല്ലാം ഭാര്യയുടെ തല്ലോട്ട് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് തിരിച്ചടിയെങ്കിലും ഇല്ലാതെ, തിരിച്ചടിക്കാൻ പറ്റാത്തവരെ തല്ലുന്ന പോലെ വൃത്തിയായിട്ടൊരു പരിപാടി ലോകത്തിൽ എന്തെങ്കിലും ആട്ടെ. ഈ പുള്ളി ഇങ്ങനെ എപ്പോഴും ഭാര്യയെ മർദ്ദിക്കുമായിരുന്നു. ഒരു ദിവസം വൈകിട്ട് പുള്ളി ഓഫീസിൽ നിന്ന് വന്നിങ്ങനെ സോഫായിട്ടിരിക്കുമ്പോൾ ഈ സഹോദരി പോയി അടുത്ത് മുട്ടുകുത്തി നിന്നിട്ട് പുള്ളിയുടെ ചെരുപ്പ് ഊരുക, ഷൂസ് ഊരും. അങ്ങനെയൊക്കെയാണ് നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര പതിഭക്തിയാണ്, ഭർത്തൃഭക്തി. ഇയാൾ ആ ഷൂസ് ഇട്ട കാലോട് ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്തു. ഇവർ തെറിച്ചു പോയി ഭിത്തിയെ തലയടിച്ച് വീണ് തല പൊട്ടി ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. ഇത് റിയൽ സംഭവം. ഇവരവിടെ കിടന്നൊരു ടവൽ എടുത്തിട്ട് ആ മുറുക്കി അങ്ങ് കിട്ടി. ഒരക്ഷരം പോലും വേണ്ടിയില്ല. പിന്നെയും പോയി അയാളുടെ അടുത്ത് പോയി മുട്ടുകുത്തി നിന്നിട്ട് ആ ചെരുപ്പ് ബാക്കി അഴിക്കാൻ തുടങ്ങി. ഇയാള് നിലത്തോട്ടങ്ങ് ഇരുന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എന്നെ പോലൊരു മൃഗത്തെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെയാ പറ്റുന്നത്? അപ്പൊ സഹോദരി പറഞ്ഞു, ഞാനല്ല, ക്രിസ്തുവാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. ഐ ഡൈ. ആ പുള്ളി അന്ന് വിശ്വാസിയായത്. ഹി ബിക്കേം എ കൺവെൻഷൻ പ്രീച്ചർ. ലോകം മുഴുവൻ യേശു ക്രിസ്തുവിന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്ന ഒരൊറ്റയാള്. നോ സിൻ ക്യാൻ ഡിഫീറ്റ് ഹിം. ഒരു പാപത്തിനും അവരുടെ മേൽ കർത്തൃത്വം നടത്താൻ പറ്റത്തില്ല. ഇഫ് യു ഐഡന്റിഫൈ ഡെത്ത്. ഇതിനെയാണ് നമ്മൾ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. പാപത്തെ തോൽപ്പിക്കുന്ന അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ. ലോകത്ത് എവിടെയെങ്കിലും കിട്ടുമോ ഇങ്ങനൊരു ഉപദേശം, ഇങ്ങനൊരു പ്രോമിസ്, ഇങ്ങനൊരു അവകാശം, ഇങ്ങനൊരു വിശുദ്ധീകരണം? ദാറ്റ്സ് പോസിബിൾ ഓൺലി ബൈ ബിലീവിങ് ഇറ്റ്. അതുകൊണ്ട് പറഞ്ഞ പാപത്തിന്റെ ദാസന്മാരായിരുന്ന നിങ്ങൾ,
ഈ ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്, നിങ്ങൾക്ക് ലഭിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതിനാൽ, നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് ദാസന്മാരായി സമർപ്പിക്കാവുന്ന രീതിയിൽ നിങ്ങളായതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തും. And that was made possible by a form of doctrine. ഉപദേശ രൂപം, അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ. അതില്ലാതെ ആർക്കും നന്നാവാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, ഉപദേശമല്ല ബ്രദറെ, ജീവിതമാണ് പ്രധാനം. നോ നോ നോ. ഉപദേശം ശരിയല്ലെങ്കിൽ ജീവിതം ശരിയാവില്ല. If ഉപദേശം is wrong, if ഉപദേശം is not taking you to Christ, if ഉപദേശം is not taking you to the apostolic doctrine, the core of the apostolic doctrine, അപ്പോസ്തലിക ഉപദേശത്തിന്റെ സെൻട്രലിലേക്ക് ഇത് നിങ്ങളെ നയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു വിക്ടറിയും അതിനകത്ത് ഉണ്ടാകത്തില്ല. We can overcome sin only by obeying the apostolic doctrine. ആ ഉപദേശ രൂപം, ആ ഫോം ഓഫ് ഡോക്ട്രിൻ, അത് അങ്ങനെ തന്നെ നമുക്ക് കിട്ടണം. അതാണ് ഈ റോമലേഖനത്തിലൊക്കെ പറയുന്നത്. ആ ഉപദേശമാണ്. എങ്ങനെയാണ് നമ്മൾ പാപസംബന്ധമായി മരിക്കുന്നത്? കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്തത്? അവൻ വേദന അനുഭവിച്ച് കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ എനിക്ക് വേണ്ടി അവൻ എന്താണ് സമ്പാദിച്ചത്? എന്റെ പാപജടത്തിന്റെ മരണം, എന്റെ മരണം എന്നേക്കുമായിട്ട് നീങ്ങിപ്പോയി. സ്വർഗത്തിൽ എനിക്ക് എന്നേക്കുമായ ഒരു അവകാശത്തെ അവൻ ഉറപ്പിച്ചു തന്നു. അതുകൊണ്ട് ഇനി പാപത്തിനോ മരണത്തിനോ എന്റെ മേൽ ഡൊമീനിയൻ ഇല്ല. ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. അതുകൊണ്ട് ഞാൻ ന്യായപ്രമാണത്തിനും പാപത്തിനുമല്ല അധീനനായിരിക്കുന്നത്, നീതിക്കും കൃപയ്ക്കും ക്രിസ്തുവിന്റെ ജീവനുമാണ് ഞാൻ അധീനനായിരിക്കുന്നത്. ഇത് വിശ്വാസത്താൽ സംഭവിക്കുന്ന രക്ഷയുടെ എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം മനസ്സിലാവും. ഈ റോമാലേഖന 6-ാം അധ്യായം നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി മുഴുവനായിട്ടില്ല, പക്ഷെ ഒരു മേജർ കണ്ടന്റ് 6-ാം അധ്യായത്തിന്റെ പ്രധാന പ്രതിപാദ്യ വിഷയം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് 17-18 വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം. 16-ാം വാക്യം തൊട്ട് വായിക്കാം. 15 നമ്മൾ വായിച്ചു. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവരെ ദാസന്മാരാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അതായത് നിങ്ങൾ ആരെയാണോ ഭയപ്പെടുന്നത്, ആരെയാണോ അനുസരിക്കുന്നത്, അവർക്ക് ദാസന്മാരാണ്. ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. അപ്പൊ കൃപയുടെ ട്രെയിനിങ്ങിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം നീതിയുടെ അടിമകളായി മാറുകയാണ്. ദാറ്റ്സ് ബൈ എ ഡിവൈൻ വർക്ക് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ഈ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവാണ്. അവൻ നമ്മിൽ വിശ്വാസത്താൽ വസിച്ചുകൊണ്ടാണ് ഇത് നമ്മളിലൂടെ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ നീതിയുടെ അനുസരണത്തിന്റെ ദാസന്മാർ. അത് എങ്ങനെ സംഭവിക്കുന്നത്? ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ അസ്. അതാണ് ഇതിന്റെ റീസൺ. അങ്ങനെയാണ് നമ്മൾ നീതിയുടെ അടിമകളാകുന്നത്. ആ നീതിയുടെ അടിമ എന്നുള്ള വാക്ക് ഇന്നിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമില്ല. വി വിൽ ലുക്ക് അറ്റ് ഇറ്റ് ടുമോറോ. എന്താണ് നീതിയുടെ ദാസ്യത്വം എന്നുള്ള വാക്ക്? ഈ അധ്യായത്തിൽ ഇനി അതാണ് പ്രധാനമായിട്ടും കാണാനുള്ളത്. 18-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്, 19-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. വാട്ട് ഡു വി മീൻ ബൈ ബിക്കമിങ് സ്ലേവ്സ് ഓഫ് റൈച്ചസ്നസ്? 17-ാം വാക്യം, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച്, അതായത് ഈ പാപത്തിന്റെ പാപം നമ്മുടെ യജമാൻ എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് ആരാ പണി ചെയ്യിപ്പിക്കുന്നത്? ഞാനല്ല പാപം ചെയ്യുന്ന, പാപം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഹീസ് ദ മാസ്റ്റർ. ഞാൻ പോയി പാപം ചെയ്യുവല്ല, പാപം എന്നെ കൊണ്ട് ആ പാപത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പിക്കുക. ഹി വാസ് ദ മാസ്റ്റർ. അപ്പൊ അതിനകത്ത് ഈ ഫ്രീഡം വേണമായിരുന്നു. ആ മാസ്റ്റർ പറയുന്നത് എനിക്ക് കേൾക്കേണ്ടാത്ത ഒരു അവസ്ഥ വരണമായിരുന്നു. അതുകൊണ്ടാണ് ആ ക്രൂശ്. ഇത് നമ്മൾ അടുത്ത ദിവസം ഒന്നുകൂടെ ഈ നീതിയുടെ ദാസ്യത്വം എന്നുള്ള വിഷയം നമുക്ക് ഈ 6-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗങ്ങളിലുള്ളത് നമുക്ക് കാണാം. നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. കർത്താവേ, അങ്ങയുടെ മരണത്തിലൂടെ ഞങ്ങളുടെ ആ ദുഷ്ട മനുഷ്യനെ, പാപ മനുഷ്യനെ, ആധുനിക മനുഷ്യനെ മരിക്കുവാൻ അനുവദിച്ചതിനായിട്ട് സ്തോത്രം. ആ വേദന മുഴുവൻ നീ അനുഭവിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഇനി പാപത്തിന്റെ ദാസന്മാരല്ല, ഞങ്ങൾ ന്യായപ്രമാണം ഉള്ളത് കൊണ്ട് നല്ലതായിട്ട് ജീവിക്കുന്നവരല്ല. കർത്താവ്, ഞങ്ങൾ ക്രിസ്തു വാഴുന്നത് കൊണ്ട്, കൃപ വാഴുന്നത് കൊണ്ട്, ക്രിസ്തു ഞങ്ങൾക്ക് കർത്താവായിരിക്കുന്നുണ്ട്, വിശ്വാസത്താൽ അവൻ ഞങ്ങൾ വസിക്കുന്നത് കൊണ്ട്, ഞങ്ങൾ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നീതിയുടെ ദാസന്മാരായി മാറിയതിനായിട്ട് ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു. ആ മരണത്തിന്റെ പങ്കാളിത്തം, പുനരുത്ഥാനത്തിന്റെ പങ്കാളിത്തം, ജീവന്റെ പങ്കാളിത്തം, ആത്മാവിന്റെ പങ്കാളിത്തം നൽകി കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന വിശുദ്ധീകരണത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.